സർ നല്ലവറ തന്നെയാണ്. ചിരി, ചിന്ത, വിജ്ഞാനം, കുസൃതി, കൗതുകം, പൊതുകാര്യങ്ങൾ എന്നിങ്ങനെ പലതര മേഖലയിലുള്ള കിസ്സുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇവരെല്ലാവരെയും ഹാർട്ട്ലി വെൽക്കം ടു ദ പ്രോഗ്രാം. കോഫി ടോപ്പ് 7am1, 7am2 എന്നീ 2 നിലകളിലായി വസിക്കുന്ന എല്ലാ നിവാസികളെയും ഹാർട്ട്ലി വെൽക്കം ടു ദ പ്രോഗ്രാം. വൺസ് അഗൈൻ താങ്ക് യു. ഓവർ ടു ചെയർ. താങ്ക് യു അഫ്സ മാം. വളരെ ശബ്ദം എങ്ങനെയാ വെച്ചാൽ ലാളന, കുഞ്ഞുങ്ങളെ കൊഞ്ചുന്ന അതേപോലത്തെ ഒരു വാക്കുകളാണ് നമ്മളേക്കൊക്കെയും അഫ്സ മാം സെർവ് ചെയ്യാറ്. ഏതായാലും വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് പാർട്ട് 3 ഇന്ന് എന്താണോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രീത് സാറ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ശ്രീത് സാറിനെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. വേറൊരു ലാളനയുടെ ആളാണെന്ന് അറിയാം എല്ലാവർക്കും. വളരെ എന്താ പറയാ, പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചേർത്ത് നിർത്തുന്നല്ല കഴിഞ്ഞതില്. അതന്നെയാണ് വീണ്ടും പറയാനൊക്കെ ഉള്ളത്. കൂടുതലായിട്ട് പറഞ്ഞു നീട്ടുന്നില്ല. ശ്രീത് സാറ് JCI സോൺ ട്രെയിനറാണ്, ഇൻസ്പയറിംഗ് മോട്ടിവേഷണൽ സ്പീക്കറാണ്. നമുക്കൊക്കെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ എത്രത്തോളം ഭംഗിയായിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇവരൊക്കെയും കണ്ടിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ശ്രീത് സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഈ വേദി കൈമാറുകയും ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ശ്രീത് സാർ. ഓക്കെ, താങ്ക് യു ഉസ്മാൻ സാർ. നൈസ് ടോക്ക്. താങ്ക് യു സോ മച്ച്. ഒരു ദിവസം തുടങ്ങുമ്പോൾ നാഗേഷ് ഏട്ടനോടെ ഒരു ദിവസം അവസാനിക്കുകയാണ്. എന്നിരുന്നാലും ഒരു ദിവസത്തിന്റെ തുടക്കമോ ഒടുക്കമോ ആയിക്കോട്ടെ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വാക്കുകൾ അന്നത്തെ ദിവസം മൊത്തം നമ്മളെ സ്വാധീനിക്കുമെന്നാണ് പറയാം, അല്ലേ? രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം ഏകദേശം സമയം 7:15 ആ സമയത്ത് നമ്മൾ അബ്ദുൽ ഖാദർ സാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദം, കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ അന്നത്തെ ദിവസത്തെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടീവ് ചെയ്യപ്പെടുന്നു പറയുന്നത്. അപ്പോൾ അതേപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെൽക്കമിലൂടെയാണ് ഇന്ന് അഫ്സ മേഡത്തിന്റെ ആ ഒരു വെൽക്കം സ്പീച്ച് കേട്ടത്. വൺസ് അഗൈൻ താങ്ക് യു അഫ്സ മാം. അഫ്സ മേഡത്തിന്റെ വെൽക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ ഈ കോഫി ടോക്ക് ഇപ്പൊ ഏകദേശം ഒരു ജൈത്രയാത്ര തുടങ്ങിയിട്ട് 886 ദിവസങ്ങളായി, അല്ലെ? 886 ദിവസം എന്ന് പറഞ്ഞാൽ ചില്ലറ പാടൊന്നും ഡേ ഒന്നല്ല. ഒരുപാട് സൗഹൃദങ്ങൾ വളർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരസ്പര പൂരകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്നും 886 ദിവസം കൊണ്ട് എന്ത് നേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് എനിക്ക് നിർദാക്ഷിണ്യം പറയാൻ പറ്റും, വിനോദ് സാറെ, മറ്റൊന്നല്ല, ഏത് ഉറക്കത്തിന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാലും ഒരു വെൽക്കം സ്പീച്ചോ ഒരു ഫീഡ്ബാക്കോ പറയാൻ ആളുകൾ പ്രാപ്തരായി എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വൺസ് അഗൈൻ താങ്ക് യു അസമയം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മളതൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പിൽ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എല്ലാ പാർട്സും നമ്മൾ അഴിക്കും, റീഫിറ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത പാർട്സുകൾ എടുത്ത് കളയും. മറ്റുള്ളതൊക്കെ ഗ്രീസ് അടിക്കാനുണ്ടെങ്കിൽ ഗ്രീസൊക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ കഴിയുന്ന എല്ലാവരും നമ്മുടെ ബേബി സാറൊക്കെ ഇരിക്കുന്ന സെറ്റിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അനുഗ്രഹമായിരിക്കും. കാരണം എനിക്ക് എൻ്റെ ഓപ്പോസ് എത്ര പേരുണ്ട് ലൈവായി നിൽക്കുന്നുണ്ട് എങ്കിലേ എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംവദിക്കാൻ സാധിക്കുള്ളൂ. 2 മിനിറ്റ് 3 മിനിറ്റ് സമയം എടുക്കുക, അതുകൊണ്ട് റെഡി ആയാൽ മതി. ഓക്കെ, താങ്ക് യു ലാഗ്യാമ. താങ്ക് യു സോ മച്ച്. എല്ലാവരും അറിയാം, സൺഡേ കാരണം വലിയ തിരക്കില്ലെങ്കിലും ചിലപ്പോൾ യാത്രകൾ ഉണ്ടായിരിക്കാം, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ കഴിയുന്ന എല്ലാവരും റെഡി ആയിരിക്കുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കാം. ചിലർ രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നുണ്ടാവും. കുളിക്കണം നിർബന്ധമല്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ റെഡിയായി വന്നിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താ, ക്യാമറ ഞാൻ തുറക്കൂല. ക്യാമറ എന്നെ ഇപ്പോൾ ഞാൻ ക്യാമറ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ എല്ലാവരും കാണും. എന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒപ്പം മൊത്തവും എൻ്റെ കിളി പോകുന്ന ആകേഷ് ഏട്ടാ. അപ്പോൾ ജസ്മിക്ക് എന്താ വെച്ചാൽ ഇന്ന് എത്ര കിളി പോയാലും ജസ്മിക്ക് അത് കിളികളൊക്കെ പറത്തി വിട്ടിട്ടാണ് ജസ്മി വന്നിരിക്കുന്നത്. കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കട്ടയ്ക്ക് ഫസി വന്നിരിക്കുന്നുണ്ട്. ഫസി ഒന്ന് സെറ്റാക്കാൻ, ഡ്രസ്സൊക്കെ സെറ്റാക്കുക, അതുകൊണ്ടാണ് ക്യാമറ മുകളിലേക്ക് വെച്ചുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ കഴിയുന്നതും ക്യാമറ എല്ലാവരും ഓണാക്കി ഇരിക്കുകയാണെങ്കിൽ റെഡി ആവുക. ഒരു കുഞ്ഞു ഇതേപോലെ ഒരു ലെറ്റർ പാഡ് നമുക്ക് കയ്യിൽ കരുതാം കേട്ടോ. ഇനി വരുന്ന സെഷനിലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. യാത്രകളിലൊന്നും വേണ്ട, യാത്രകളിലുള്ളവർ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമുക്ക് കേട്ടോ ഇരിക്കാം. പക്ഷെ കൂടുതൽ ഇൻവോൾവ്മെന്റ് കിട്ടണമെങ്കിൽ ഒരു കുഞ്ഞു ലെറ്റർ പാഡ് ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. ഈ പേപ്പറിൽ എഴുതിയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പർ കുറച്ച് കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ പേപ്പറിന്റെ വഴിക്ക് പോകും.
അപ്പോൾ ഒരു കുഞ്ഞു പാഡും ഒരു പേനയും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചാൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ 2-3 മിനിറ്റ് സമയം എടുത്തിട്ടൊക്കെ ക്യാമറയിൽ മുന്നിൽ ഇരുന്നാൽ മതി. കിച്ചണിൽ നല്ല തിരക്കുണ്ടായിരിക്കാം. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ കഴിയുന്ന എല്ലാവരും ഫ്രീ ഉള്ളവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇന്ന് സൺഡേ, ഇന്ന് എല്ലാവരും ചായ കഴിച്ചോ? ചായ കഴിച്ചവർക്ക് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറയാം. സർ. ഓക്കെ, വെരി ഗുഡ്. ചായ കഴിച്ചവർക്ക് ചാറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ഞാൻ ചെയ്യാം. കുടിച്ചു രണ്ട് ചായ കുടിച്ചു. ആഹാ, വെരി ഗുഡ്. യെസ്. ഓക്കെ, താങ്ക് യു ജയപ്രകാശ് സാർ, ശിവസേട്ട. ഓക്കെ, രശ്മി. യെസ്. രശ്മി എഫ് എന്താ എനിക്ക് മനസ്സിലായില്ല. യെസ്, സ്മിത മാം എഫ് നോ. ഓക്കെ, ഷാദില നല്ല ചായ കുടിച്ചിട്ടില്ല, നല്ല ശീലമാണ്. ഓക്കെ, യെസ്. ഓക്കെ, റൈറ്റ്. യെസ്. ചെറിയൊരു എതിരഭിപ്രായം ഉണ്ട്, ചായ കുടിക്കാത്ത ആൾക്കാരുണ്ട്. ചായ കുടിക്കാത്ത ആളുകളുണ്ടല്ലേ? ഞാൻ വരാം. ചായ കുടിക്കാത്തവർ നോ എന്ന് പറയാം. ഓക്കെ, ചായ കുടിച്ചില്ല, തയ്യാറെടുപ്പിലാണ്. ഞാനിത് ചോദിച്ചതെന്ന് വെച്ചാലേ, സൺഡേയില് ആ ഒരു വേവ് കട്ടൻ, രാധാകൃഷ്ണ കട്ടനാണ് കുടിച്ചുള്ളൂ അല്ലേ? ഓക്കെ, ഗീതാ മാം, ഷാജി ടീച്ചർ നോ. വെരി ഗുഡ്. പ്രിപ്പറേഷൻ ആയിരിക്കും സൺഡേ, കാരണം ഈ മെസ്സേജുകൾക്ക് ഒരു കാലതാമസം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ, ഇത് പാർട്ട് 3 ആണ്. ഇപ്പൊ ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ചെയ്യുന്ന കാര്യം എനിക്ക് വേണ്ടത് ചുമ്മാ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് പോവല്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻ ഷെയറിംഗ് എത്തിക്കാണുന്നുണ്ടാവും. ഈ സ്ക്രീൻ ഷെയറിംഗിൽ വേണ്ട കാര്യം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം അത് എഫക്റ്റീവ് ആയി എന്ന് എനിക്കറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊരു സ്ലൈഡ് ഷോയിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? വിഷയം കാണുന്നില്ലേ? യെസ് സർ. യെസ്. ഫേസ് യുവർ ഫിയർ. ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ആരെങ്കിലും ഒരാൾ പറയാം. നമ്മുടെ ഭയത്തെ അഭിമുഖീകരിക്കുക. എങ്ങനെ അഭിമുഖീകരിക്കണം? എങ്ങനെ? നമ്മൾ ഭയമില്ലാന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം. അത് ഭയം ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഭയത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അത് പ്രകടമാക്കരുത്. ആ ഭയം എന്താണോ ഭയം, എന്തിനാണ് നമുക്ക് ഭയം? നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഇരുട്ടിനെയാണ് ഭയങ്ങൾ. നമ്മൾ എന്ത് ചെയ്യാം? ഇരുട്ടിലേക്ക് എന്ത് ചെയ്യണം? യെസ്, ഇരുട്ടിലേക്ക് നടക്കണം. അപ്പൊ ഭയം നമ്മുടെ ഫിയർ മാറും. വെള്ളത്തിനെയാണ് നമുക്ക് ഭയം എങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങണം, എന്നാലും നമുക്ക് നീന്തൽ സ്വായത്തമാക്കാൻ സാധിക്കൂ. ഓക്കെ, റൈറ്റ്. ഇത് മുജീബ് സാറ് വീഡിയോ ഉണ്ടായിരുന്നു. കോൺഫിഡൻസ്, ടു ബി എ ഫ്രണ്ട് സീറ്റർ. അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? ആത്മവിശ്വാസമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും 3 കാര്യങ്ങളായിരുന്നു നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ടു ബി എ ഫ്രണ്ട് സീറ്റർ. ഞാൻ ആളെ പേര് വിളിക്കാതെ ആർക്കും പറയാട്ടോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു തന്നാണ്. ടു ബി എ ഫ്രണ്ട് സീറ്റർ. നമ്മള് പലപ്പോഴും നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പിറകെ പോയിരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട് സീറ്റർ ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഫ്രണ്ട് സീറ്റ്. എവിടെ പോയി കഴിഞ്ഞാലും, എന്ത് കാര്യത്തിനും പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായിരിക്കണം? ഏറ്റവും ഫ്രണ്ടിലായിരിക്കണം അല്ലെ? വെരി ഗുഡ്, എക്സലന്റ്. സ്പീഡിൽ നടക്കുന്നത് കോൺഫിഡൻസിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ഓക്കെ, അതിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. റൈറ്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഐ കോണ്ടാക്ട് എന്ന് വെച്ചാല് മുഖത്ത് നോക്കി സംസാരിക്കുക. അതെ, കണ്ണിൽ നോക്കി സംസാരിക്കാം, മുഖത്ത് നോക്കി സംസാരിക്കാം. ഓക്കെ, മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫാസ്റ്റ് വാക്കിംഗ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിലും അത് വേഗത്തിൽ ചെയ്യാം, വളരെ വേഗത്തിലായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ആലോചന ഒന്നും വേണ്ട. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞത് ബറാക് ഒബാമ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജിലേക്കുള്ള എൻട്രി നമ്മൾ കാണാൻ തന്നെ അറിയാം. ആ കാണുമ്പോൾ തന്നെ ഭയങ്കര സ്പീഡായിരിക്കും. ചിലവരൊക്കെ ജസ്മി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ല, ഇതെങ്ങനെ ബാക്കോട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ ഓക്കെ ആണെങ്കിൽ അത് നല്ല കോൺഫിഡൻസ് ഉള്ള ലക്ഷണമാണ്. ബേബി സാറെ, അവര് ഏറ്റവും ഫ്രണ്ടിലേക്ക് എത്തും.
ഓക്കെ റൈറ്റ്. നമ്മൾ പറഞ്ഞാണ് ബിൽഗേറ്റിന്റെ ഒരു കോട്ട് പറഞ്ഞു പോയി. കഴിഞ്ഞ നമ്മുടെ സൂര്യയുടെ ആ ഒരു കാര്യങ്ങളിലേക്കുള്ള എൻട്രി നമ്മളതിന് കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്പീച്ചിൽ ഉൾപ്പെടുത്താവുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആദ്യത്തെ എന്തായിരുന്നു? ഇപ്പൊ പലർക്കും സംശയം 55 പേരിൽ അത് ആരോടാണ് ചോദിച്ചത്. ഞാൻ ഓപ്പൺ ആയിട്ട് വന്നതുള്ളൂ കേട്ടോ, അതോടെ പേര് വിളിക്കാം. ഇൻഫോം ഇൻഫ്ലുവൻസ്. ആ ഇൻഫോം മീൻസ് എന്താ? അറിവ്. നമ്മൾ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അറിവ്, പുതിയൊരു അറിവ്, അതായത് സാധാരണ ഓഡിയൻസിന്റെ അറിവിന്റെ മുകളിൽ നിൽക്കണം നമ്മുടെ അറിവ്. നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ആളുകൾ വിചാരിക്കും കൊള്ളാലോ, ഈ ചെങ്ങാതിയുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അപ്പൊ അതുകൊണ്ട് പോലെ ഇപ്പൊ നമ്മൾ ചിലപ്പോ ചില സ്പീച്ചൊക്കെ കേൾക്കാൻ പോകുന്നത് എന്തായിരിക്കും? തുടക്കം നോക്കും. തുടക്കം നോക്കി കഴിഞ്ഞാല് മനോജ് സാറേ, തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ഇട്ടൺ പൊട്ടിക്കണം. അതല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ ആളുകൾ ക്യാച്ച് ചെയ്യില്ല. തുടക്കം ഗംഭീരമാക്കുക. തുടക്കം ഗംഭീരമായാൽ ഏതൊരു പ്രോഗ്രാമിന്റെയും ഹേമ മേഡം എന്തായിരിക്കും? ഒടുക്കം ഗംഭീരാവും അല്ലെ? അപ്പൊ ഒരു ഇൻഫോർമേഷൻ, അറിവ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അറിവ് കൊടുക്കണം. ഓക്കെ റൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഞാൻ സ്ലൈഡ് സ്കിപ്പ് ചെയ്യാതായിരിക്കും പറയാൻ പറ്റുന്നത്. ഇൻഫ്ലുവൻസ്. ഓക്കെ, ഉത്തമന് കൃത്യമായിട്ട് പാർട്ടി ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലക്ഷണമാണത്. ഓക്കെ, താങ്ക് യു. ഇൻഫ്ലുവൻസ്, ആളുകളെ സ്വാധീനിക്കണം അല്ലെ? നമ്മുടെ വാക്കുകൾ കൊണ്ട് ആളുകൾ നമ്മൾ സ്വാധീനിക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ, 3 ഇൻസ്പയർ, ആളുകളോട് ഇൻസ്പയർ ആയിരിക്കണം. ആളുകളുള്ളിൽ നിന്ന് ഒരു മൊത്തത്തിൽ ആളുകൾ ഒരു വാ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യണം ആളുകൾക്ക്. ഈ 3 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോ നമ്മളിത് ജനറൽ സെഷൻ ആയ കാരണം ഓപ്പൺ ആയിട്ടാണ് നമുക്ക് കൊടുത്തുള്ളത്. ഓൾറെഡി ഒരു ഫ്രീ സെഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അറിയുന്നവരുമുണ്ട്, അറിയാത്തവരുണ്ട്. 2-3 കാറ്റഗറി ആളാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പൊതുവെ JCയുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ മറ്റുള്ള PC ഒരുപാട് ലാൻഡ്സ് എന്തിന്റെ പേരിലായിക്കോട്ടെ ഒരു നമ്മളെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആളുകൾ അറിയാൻ പറ്റും. ഇന്ന ആളുകളിന് തന്നെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പൊ നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലേക്കായി മാറും, ഒരു കുഞ്ഞു ഗ്രൂപ്പാവും. കാരണം ഇത്രയും പേരെ ഇപ്പൊ എന്റെ മുന്നിലുള്ള 57 പേരെ കൊണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് സമയ ലിമിറ്റ് മൂലം നമ്മൾ കുഞ്ഞു ഗ്രൂപ്പായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സമയം കിട്ടും. അപ്പൊ നമ്മൾ ഗ്രൂപ്പിലേക്ക് പോകും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് സംസാരിക്കുന്ന യാതൊരു നിബന്ധനയും വേണ്ട. ഇതൊക്കെ നമ്മൾ ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ലെവലിലായി മാറണം. വളരെ കുറേ സമയം സംസാരിക്കുന്നല്ല ലേഖ്യമേം ഏറ്റവും വലിയ കാര്യം. ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു, വേണ്ട, 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. കേവലം 10 മിനിറ്റ് കൊണ്ട് ആളുകളെ നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് അവർ ഇൻസ്പയർ ആക്കാൻ സാധിക്കും. ഇൻസ്പയർ ആണ് ഏറ്റവും പ്രധാനം. ഇനി പറയട്ടെ, ഞാൻ കഴിഞ്ഞ സെഷനിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിലെ ഓഡിയൻസിന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകം പറയുന്നത് ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു കവലപ്രസംഗം പ്രസംഗിക്കാനുള്ള സംഗതി അല്ല. മറിച്ച് ഇപ്പോ നമ്മുടെ ഇന്നത്തെ ചെയർമാൻ ഉസ്മാൻ സാറ് ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് ഇതിന് ഈ സംഗതി അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കൃത്യമായിട്ട് എന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആളുകൾക്ക് എന്ത് കൊടുക്കാം? അവിടെ വന്നിട്ടോ തന്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ സ്പീച്ച് അല്ല കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് ഇത് മാറ്റണം. ഇപ്പൊ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ഫേമിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫേമിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റണം. എന്നാൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ശ്രീജന ടീച്ചറെ സംബന്ധിച്ച് അധ്യാപികയാണ്. ഈ വർഷം 2026 ജൂൺ മാസത്തിൽ ഇനി 2 ആഴ്ച കൊണ്ട് സ്കൂളുകൾ തുറക്കാൻ പോവാണ്. ആ തുറന്നു കഴിയുമ്പോൾ അവിടെ ഒരുപാട് പാരൻസ് വരും, മറ്റുള്ള പല ആളുകളും വരും. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു തൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അറിവും ഇത്ര കാലം വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ സ്പീച്ചിലൂടെ വരുത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഏതാണോ നമ്മുടെ വിഷയം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മാറ്റം വരുത്താം. ഇപ്പൊ ലേഖ്യമേഡത്തെ സംബന്ധിച്ച് ഒരു കമ്പനി റണ്ണറപ്പാണെന്ന് വിചാരിക്കുക. ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആളുകൾക്ക് അവബോധം സൃഷ്ടിക്കാൻ സാധിക്കണം. ബേബി സാറെ സംബന്ധിച്ച് ഇപ്പൊ എന്താണ്, കുറച്ച് റിട്ടയർമെന്റ് ലൈഫിന് ശേഷം കുറച്ച് കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കരുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ആ ചെയ്യുന്ന കൃഷിയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ ഒരു സൊസൈറ്റിക്ക് ഒരു അസെറ്റായി മാറുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മനോജ് സാറേ, 4ാമത് പബ്ലിക് നമുക്ക് തരുന്ന സംഭവമുണ്ട്.
ഇൻഫർമേഷൻ കൊടുക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം, ഇൻസ്പയർ, ആളുകളെ പ്രചോദിപ്പിക്കുക. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ സംഭവം അവര് നമുക്ക് തരും. അവര് ഇഗ്നൈറ്റ് കത്തുക. അവരെ നമുക്ക് കത്തിക്കാൻ സാധിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്യാമറ ഓൺ ആക്കി വെച്ചവരെ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. അപ്പൊ രാധാകൃഷ്ണൻ സാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരെയും വിളിക്കുന്നുണ്ട്. കാരണം അവരെ ലൈവായി ഉണ്ടെന്ന് കരുതിയിട്ടാണ്, മറ്റുള്ള തിരക്കിലായിരിക്കും. ഓക്കെ, രാധാകൃഷ്ണൻ സാർ എന്ത് ചെയ്യുന്നു, രാധാകൃഷ്ണൻ സാർ ബിന്ദു മാം വന്നിട്ടുണ്ട്, ഓക്കെ താങ്ക് യു, റൈറ്റ്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കണം. നമ്മൾ ഗ്രൂപ്പിലേക്ക് മാറിയപ്പോൾ ജോസഫ് സാർ താങ്ക് യു. അപ്പൊ നമ്മൾ ഗ്രൂപ്പിലേക്ക് പോകും. അപ്പൊ അവിടെ ആ ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫസീലൊക്കെ മനോഹരമായ മുഖമാണ്. അപ്പൊ പ്രത്യേകിച്ച് ക്യാമറ ഫസീൽ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അലച്ചിൽ പോകും, മറ്റേ ആളുകളെ ശ്രദ്ധ അങ്ങോട്ട് മാറും. ഓക്കെ റൈറ്റ്. ചിലർ എന്നെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഏറ്റവും വലിയ വിഷയം എന്താ അറിയോ, നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് 2 കൈ ഫ്രീ ആയിട്ട് വെക്കുന്ന രീതിയിൽ ക്യാമറ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മൾ ക്യാമറ ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. അപ്പൊ ആളുകൾ ടെൻഡൻസി കൂടില്ല. ജോസഫ് സാറേ, ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ ഈ 3 കാര്യങ്ങൾ ബിന്ദു മേഡം തന്റെ ആ ഒരു കരിയറിൽ, തന്റെ പ്രൊഫഷനിൽ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതായത് തന്റെ മുന്നിൽ വരുന്ന ക്ലയന്റ് മീൻസ് പേഷ്യൻസോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ എവിടെയും ക്യാമ്പിന് പോവുകയാണെങ്കിൽ ആ ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ഒരു പത്തോളജിസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പത്തോളജിയാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ആളുകൾക്കുള്ള അറിവ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും നമ്മുടെ സ്റ്റാൻഡിംഗ് പൊസിഷനെ കുറിച്ചും നമ്മൾ ഒരു ബോധം വേണം. ഞാൻ സ്റ്റാൻഡിംഗ് പൊസിഷൻ എന്ന് ഉദ്ദേശിച്ചതും കാലഘട്ടം ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ ആണ്. ആളുകളെ സംബന്ധിച്ച് വിരൽത്തുമ്പിലാണ് ഉദയൻ സാറെ അറിവുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ആളുകളുടെ അറിവിന്റെ മുകളിലായിരിക്കണം നമ്മുടെ അറിവ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 3 കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, ഇഗ്നൈറ്റ്, അവർ ജ്വലിക്കും. അവരുടെ ആ ജ്വലിക്കലാണ് എന്ത്, അടുത്ത സെഷന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ നാട്ടിലെ ഇന്ന പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇന്ന ഒരു സ്കൂളൊക്കെ തുറക്കുകയാണ്, മഴവെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഒരുപാട് പടരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബിന്ദു മേഡത്തെ വിളിച്ചാൽ മതി ഇന്ന സെഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതാണ് ഇഗ്നൈറ്റ്. നമ്മുടെ സ്പീച്ചിൽ നന്ദകുമാർ സാറെ ആളുകളെ ഇഗ്നൈറ്റ് ചെയ്യപ്പെടണം, ആളുകളെ കത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷെ ഈ മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഈ അറിവിനെ ആയിരിക്കണം നമ്മുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കേണ്ടത്. ഓക്കെ റൈറ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത്. പുതുതായിട്ട് ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്. അപ്പൊ അവർ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാ വീക്കിലും ഒരു ദിവസത്തിൽ മാത്രം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും തിരക്കുകളൊക്കെ പ്രമാണിച്ചിട്ട് ആഴ്ചയിൽ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഈ സെഷനിൽ നമ്മൾ വർക്ക്ഷോപ്പ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരുപാട് ട്രെയിനേഴ്സ് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കൂടെ ഉള്ളവർ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ പുതുതായിട്ട് വന്ന ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് സ്വായത്തമാക്കുക. പ്രത്യേകിച്ച് ഈ ട്രെയിനിങ് സെഷനൊക്കെ കയറുമ്പോൾ പ്രത്യേകത കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് പേര്, ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ അതിലൊരു 50% ആളുകളും അമ്പിളിമാം എന്ത് ചെയ്യും, ട്രെയിനിങ് അല്ലാണ്ട് അലിഞ്ഞു ചേരും. മറ്റുള്ള തൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അലിഞ്ഞു ചേരും. കുറച്ച് പേര് എന്ത് ചെയ്യുന്ന അറിയോ, ഇത് വീക്ഷകരായിട്ടുണ്ടായിരിക്കും. ഇത് വീക്ഷിക്കാൻ എന്താ പോടെ സംഭവിക്കുന്നത്, ഞാൻ ക്യാമറ തുറക്കൂല എന്ന് പറഞ്ഞാൽ തുറക്കൂല, എന്നെ കൊണ്ട് തുറപ്പിക്കാൻ സമ്മതിക്കേണ്ട. അടുത്തൊരു കാറ്റഗറി ഉണ്ട്, ഒരു 25% കൂടെ. അവരെന്ത് ചെയ്യും, അളക്കാൻ നിൽക്കും. ഒരാൾ സ്പീച്ച് ചെയ്യുമ്പോൾ അതിലെ കുറ്റങ്ങളും കുറവുകളും ജഡ്ജ്മെന്റിന് വേണ്ടി ഇരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടോ. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ജഡ്ജ്മെന്റിന് ആവശ്യമില്ല. നമ്മളെല്ലാം ഒരുപാട് അറിവുകളുള്ളവരുണ്ട്. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, മറ്റുള്ളവരും കൂടി ഗ്രോ ചെയ്തെടുക്കുക. അതാണല്ലോ നമ്മുടെ ഒരു മോട്ടീവ് എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ, അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഇനി നമ്മൾ 3 കാര്യങ്ങൾ ഇനി നമ്മൾ മുന്നിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സ്ലൈഡ് വന്നു കാണും അല്ലേ. ഇപ്പോ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോയി, ആ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റിലെ ഇപ്പൊ മനോജ് സാർ എന്ത് ചെയ്തു, മനോജ് സാറെ സംബന്ധിച്ച് മോന്റെ സ്കൂളിൽ ഒരു PTA യോഗത്തിന് അദ്ദേഹം പോയി. ആ മനോജ് സാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളെന്ന് കരുതുക. മനോജ് സാർ ഓൾറെഡി സോൺ ട്രെയിനർ ആട്ടോ.
അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ഒരു വ്യക്തി എന്ന രീതിയിലാണ് എടുത്താ പറയുന്നത്. അപ്പോൾ മനോജ് സാറിന്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹം ഐഡിയ ഒന്നുമില്ല, ന്യൂട്രലായിട്ടാണ് പോകണം, ഒന്നുമില്ല. അപ്പൊ അവിടെ പോയിട്ട് പറയാണ്, ഇന്നത്തെ ഫീഡ്ബാക്കിന് ശ്രീ മനോജ് കുന്നത്ത് 2 വാക്ക് പറയണം കേട്ടോ. ഇത് കേട്ടപ്പോൾ ആദ്യം എന്ത് ചെയ്യും, മനോജ് സാറെ സംബന്ധിച്ചതിന്റെ ആവശ്യമില്ല, പക്ഷെ ഒരു അദ്ദേഹത്തിന് അധികം ക്വാളിറ്റി ഉണ്ട്. മനോജ് സാർ എന്ത് പറയും, അത് ഞാൻ ഏറ്റു, ആയിക്കോട്ടെ ഞാൻ ചെയ്യാന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, സംസാരിക്കാനുള്ള ആ ഒരു ഭയം എന്ത് ചെയ്യും നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്ന് ഒരു വിമുഖത കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ആളുണ്ട്. ആദ്യത്തെ കാറ്റഗറിയാണ് ഈ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആളുകളുണ്ട്. ഈ രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബി സാറെ ഞാൻ വിളിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്, അല്ല ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണ്ടി, ഇന്ന പ്രോഗ്രാം ഉണ്ട് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ ബേബി സാറെ ക്ഷണിക്കുകയാണ്, ബേബി സാറെ ഇതാ സംസാരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് ഞാൻ സംസാരിക്കാം, പക്ഷെ എനിക്ക് മൈക്ക് വേണ്ട, എനിക്ക് മൈക്ക് വേണ്ടെന്ന് പറയാം. ചിലവരൊന്നും ലേഖ്യമേ മൈക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ പറയണം, അല്ലെ സ്മിത മാം? മൈക്കിലൂടെ ഏറ്റവും രസം എന്താ അറിയോ, ഇപ്പൊ ഇതൊരു ഇതിൽ ഫാനുണ്ട്, ഇതൊരു മൈക്കാന്ന് കരുതാം. ഇതൊരു മൈക്കാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ഈ മൈക്ക് കൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ എന്നുള്ള അവനവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ചിലവർ അവരവരെ ശബ്ദത്തെ അംഗീകരിക്കില്ല. ഈ പറയുന്ന പോലെയല്ല, ഈ സ്വന്തം ശബ്ദം മൈക്കിലൂടെ വരുമ്പോൾ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് 2 വാക്ക്, മൈക്ക് വേണമെന്നില്ല, മൊബൈലിന്റെ റെക്കോർഡിംഗ് എടുത്തിട്ട് 2 വാക്ക് പറയുക. വേറെ ആർക്കും അയച്ചു കൊടുക്കണ്ട. അവനവനിപ്പോൾ എല്ലാവർക്കും അവനവർക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എൻ്റെ ഗ്രൂപ്പ് ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിലേക്ക് അയക്കുക. ഒരു 2 വാക്ക്, ഇപ്പം 3 പോയിന്റുകൾ മാത്രം സംസാരിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാനിവിടെ വന്നിട്ടുള്ളത് ദാരിദ്ര്യം, അവനവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവനവനൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലവര് സ്മിത മാൻ സെൽഫി എടുക്കൂല, അവനവന്റെ ഫോട്ടോ എടുക്കൂല. അഥവാ ഇൻ കേസ് അവനവന്റെ ഫോട്ടോ, അതിപ്പോ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് അവനവന്റെ മുഖം കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അംഗീകരിക്കില്ല, ഭയങ്കര പ്രശ്നമാണ്. ഇത് വാട്സപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമില്ല, വാട്സപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബേബി സാറെ നമ്മുടെ ശബ്ദം ട്രാക്ക് പോകുന്നത് 1x 1.5 2x എന്നുള്ളതിൽ. കാരണം സ്പീഡിൽ കേട്ടാൽ മതി, അത്രത്തോളം സഹിക്കണ്ട, അതിനുവേണ്ടി വാട്സപ്പ് കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്യും, മനസ്സിലായല്ലോ. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഞാൻ സംസാരിച്ചോ, പക്ഷെ മൈക്ക് വേണ്ട, എനിക്ക് മൈക്കിലൂടെ പറയാൻ പറ്റൂല പറഞ്ഞാൽ പറ്റൂല, ആ ഒരു കാറ്റഗറി ഉണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഷിനു സാർ ഇപ്പൊ ഈ വർഷത്തെ ആറ്റിങ്ങലിന്റെ പ്രസിഡന്റ് കാലത്തിന് ശേഷം ഒരുപാട് പുതിയ മെമ്പേഴ്സിനെ കാണുന്നുണ്ടാവും. ഞാൻ പ്രോഗ്രാമിന് വരാം, കുഴപ്പമില്ല, ഞാൻ വരാം, പക്ഷെ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കരുത്. ആ ചിരിയിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ടെന്ന്. ഞാൻ പ്രോഗ്രാമിന് വരാം, ആ ഒരു കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കരുതിയിട്ടായിരിക്കും സ്മിത മാഡം ഒരു പ്രോഗ്രാമിന് പോവാം. ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്താണ്, അതിന്റെ കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടാവും, ഈ പ്രോഗ്രാം വന്നാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്നുള്ളത്. വലിയൊരു ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും, തിരിച്ചു പോകുമ്പോൾ മസാല ദോശ മേടിച്ചുതരാം, പരിപ്പാട് മേടിച്ചുതരാം, ഇതൊക്കെ വാങ്ങിയിട്ട് അങ്ങനത്തെ ഓഫറുകൾ കിട്ടണ്ടാവും പോകുന്നുണ്ടാവുക. എന്നിട്ട് കിട്ടണ്ടേ, അവിടെ പോയി കഴിഞ്ഞപ്പോഴാവും സ്റ്റേജും കാര്യങ്ങളൊക്കെ വിട്ട് ഒക്കെ സെറ്റായി കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ ഫസി ഈ കോർഡിനേറ്ററുടെ തനി രൂപം പുറത്തു വരും. അപ്പോഴാവും അനൗൺസ് ചെയ്യുക, ടുഡേ ഐ ഇൻവൈറ്റ് ഫസീൽ റസാഖ്, അല്ലെങ്കിൽ എന്താ പറയുക, ഫസി പ്രൊപ്പോസ് ടു വോട്ട് ഓഫ് താങ്ക്സ്. ഇത് രാവിലെ ഫസിക്കിന്റെ കേട്ട് കഴിഞ്ഞ് അപ്പം തുടങ്ങും വയറിലൊരു സംഭവം ഉരുണ്ട് കയറാൻ തുടങ്ങുന്നത്. വരാനോ വരും ചെയ്തു. ഈ ചങ്ങാതി മൈക്കൊന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്, പക്ഷെ ഇവിടെ നിന്ന് പെട്ടുപോയി. പക്ഷെ ആ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥ നമ്മൾ 100% ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ എന്തായിരിക്കും, നമ്മളത് ഇൻവോൾവ് ചെയ്യപ്പെടും. നമ്മളതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ, സംസാരിക്കാനുള്ള ഒരു ഭയം അല്ലെ, നമ്മൾ മാറ്റണം. അതോടൊപ്പം തന്നെ എന്താണ്, ആളുകൾ എന്ത് വിചാരിക്കും, പൊതുവെ ആളുകൾ ഒരു കുന്തവും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ വിചാരിക്കും, രാധാകൃഷ്ണൻ സാറേ, ആളുകളെ ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ മറ്റുള്ളവർക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ വായ തുറക്കൂല. ഞാനിത് വേറെ ലാംഗ്വേജിലാണുള്ളത്, ഞാനത് ഷൈനിമേം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഓഡിയൻസ്, നമ്മൾ ഇതിൽ ഒരു ഓപ്പൺ ഫ്ലോർ ആണല്ലോ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ലാംഗ്വേജ് മൊത്തം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ ഒരു കുന്തം വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ കുറെ കാര്യങ്ങൾ രശ്മി മാം കരുതി കൂട്ടി കാണും. ഞാൻ സംസാരിച്ചാലേ മറ്റുള്ളവരിപ്പോ ഞാൻ അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യും, അങ്ങനെ വരും.
മൂന്നാമത്തെ ഒരു കാറ്റഗറി പറയുന്നത് അയ്യോ ഞാൻ ഇന്നൊന്നും തയ്യാറെടുത്തിട്ടില്ല കേട്ടാ എന്ന തോന്നല്. ഞാൻ തയ്യാറെടുത്തില്ല, തയ്യാറെടുത്തിട്ട് വരാം. തയ്യാറൊക്കെ എടുത്തിട്ട് വരുമ്പോൾ കാലം കുറെ കഴിഞ്ഞു പ്രോഗ്രാമിന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായി. ഈ ഒരു അവസരത്തിൽ ഞാൻ നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ നമ്മുടെ രേഖ മാഡത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. അവസരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആലിപ്പഴം പോലെയാണ് രശ്മിയെ. ആലിപ്പഴത്തിന്റെ പ്രത്യേകത എന്താ? ആ സമയത്ത് അവിടെ കിടക്കുമ്പോൾ നമ്മളെ മുന്നിൽ ഉണ്ടായിരിക്കും. അതോടിക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഞാനിപ്പോ പോവാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ അത് മെൽട്ടായിട്ട് പോയിട്ടുണ്ടാകും, കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യാം, സ്വായത്തമാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഈ ബ്രേക്ക്ഔട്ട് റൂമിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ്. ഓക്കെ, കഴിഞ്ഞ സീരീസിൽ അതേ സെയിം ആളുകൾ തന്നെ നമ്പർ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി നമ്മളിപ്പോ ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകാൻ പോവാണ്. പോകുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള വീഡിയോ നമ്മൾ കാണും. ഇത് നമ്മൾ അവിടെ പോയി ഓവർകം ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ മുന്നേ സെഷനിൽ കാണിച്ചതാണ്, ഒരു വീഡിയോ തന്നെയാണ്. ഇതിന് മുന്നേ ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും, മുന്നുള്ള ആളുകൾക്ക്. ഇപ്പൊ നമ്മൾ പോകുന്ന എല്ലാവരും അവസ്ഥ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഈ അവസ്ഥ നമ്മൾ ഓവർകം ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരും. ക്ലിയർ ആണല്ലോ? റൈറ്റ്. ഇപ്പൊ നമുക്കൊരു വീഡിയോ കാണാം. കൊല്ലം എല്ലാ കൊല്ലവും എല്ലാ വർഷവും കൊല്ലവർഷം ഞാൻ നമ്മുടെ ഈ വർഷത്തെ പരിപാടിയും നല്ല ആക്കാമല്ലോ. അപ്പോ ഈ കൈ എവിടെ കെട്ടേണ്ടത് അറിയല്ലോ. ഈ വർഷത്തെ പരിപാടി കാര്യങ്ങൾ പറയുന്നല്ലേ, പറയില്ല 100 പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പോ ഈ വർഷത്തെ പരിപാടിയും നല്ല രീതിയിൽ എന്തിനധികം പറയുന്നു, നമ്മുടെ സദ്യക്ക് വേണ്ടി 50 നാളികേരം ഭാസ്കരേട്ടന്റെ അവിടുന്ന് തരികയുണ്ടായി. അതുപോലെ തന്നെ എന്താണ് കാര്യം പറയണ എന്റെ ഇടയിൽ കൂടെ. എല്ലാ വർഷവും നല്ല രീതിയിലൊക്കെ ഈ നാട്ടുകാർ സഹകരിക്കണ്ടേ ഇല്ല എന്നല്ല ഞാൻ പറയാം. ഇനി നല്ല തരത്തിലുള്ള സഹകരണം നിങ്ങളെ ഉണ്ടാവണം മക്കളെ. എന്തേ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ പറയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു സംഗതി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു മാനസികാവസ്ഥ വെച്ചാണ് നമ്മൾ നേരെ പോകുന്നത്. ഇനി റൂമിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നമുക്ക് റൂമിലെടുക്കാം. ഓരോരുത്തർക്ക് ഓരോ മിനിറ്റ് വെച്ചെടുക്കാം. അത് ചെയ്യേണ്ടെന്ന് വെച്ച കാര്യം വെച്ചാൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട് കൃത്യമായിട്ട്. ആ ഇൻസ്ട്രക്ഷൻ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ നമ്മളുടെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു ജോയിൻ മാത്രം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി റൂമിലേക്ക് പോകും. ആരൊക്കെ ഏത് റൂമിലാന്നുള്ളത് ഇത് മാനുവൽ അല്ല, ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാക്കിയുണ്ടെങ്കിൽ ഉസ്മാൻ സാറെ എവിടെയെങ്കിലൊക്കെ എത്തും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, റൈറ്റ്. പ്രാർത്ഥിച്ചോളുക, പ്രാർത്ഥന മാത്രം. പ്രാർത്ഥനയ്ക്ക് നല്ല ഫലം കിട്ടും. ഇനി വേണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ദൂതൻ വഴി നമ്മുടെ രാധാകൃഷ്ണൻ സാറുണ്ട്, നേരിട്ട് അദ്ദേഹം എത്തിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു മീഡിയേറ്റർ നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ബ്രേക്ക്ഔട്ട് റൂമിൽ പോവാണ്. അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ, പുതുതായിട്ട് ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് പരിചയപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഫോൺ നമ്പർ, ഇൻസ്റ്റ ഐ ഡി ഒന്നും മേടിക്കേണ്ട ആരും. പേര്, സ്ഥലം, പ്രൊഫഷണൽ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളൂ. ഇതിലെല്ലാവരും അഡൽട്ടാണോ അല്ലേ? അത് ചെയ്യാം. അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ആ ഗ്രൂപ്പിൽ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ടീം ലീഡർ ആക്കണം. നിങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് ടീം ലീഡർ ആക്കുക. ആ ടീം ലീഡർ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്യണം. തൻ്റെ കൂടെയുള്ള ആ ടീം ലീഡർ ഉത്തരവാദിത്തം എന്താ, ഞാൻ ലീഡ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അതായത് അവരുടെ കംപ്ലീറ്റ് ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവരെ പ്രചോദിപ്പിക്കുക, അവരുടെ വാക്കുകൾ സംസാരിപ്പിക്കുക. എന്നിട്ട് ശിലാമേണം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ടോപ്പിക്, ഇപ്പോൾ വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, യുദ്ധം. അതായത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അവിടെ പണ്ട് കാലത്ത് നമ്മൾ യുദ്ധമൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ യുദ്ധം തുടങ്ങും. അവിടെ യുദ്ധം തുടങ്ങട്ടെ, അതെന്താ പ്രശ്നം, ഞാനിവിടെ സേഫാണ്, എനിക്ക് ചായ കിട്ടുന്നുണ്ട്, ചോറ് കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ
ശ്രീജന ടീച്ചറെ പ്രശ്നങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി, ചായക്ക് വില കൂടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഈ പരിപ്പുവട കൊണ്ടുവരുന്നുണ്ടേ. അപ്പോൾ ചായക്കടയിൽ നിന്ന് പരിപ്പുവട കൊണ്ടുവരുന്ന ആ അവർക്ക് റേറ്റ് കൂട്ടി കേട്ടോ. ഇപ്പോൾ മിനിമം 12, നാട്ടിൻ പ്രാവശ്യം 12, 15 ചായക്കും ചായയുടെ കൂടെ ഒരു സ്നാക്സിനും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, രശ്മി മാം, പരിപ്പിന് ഞങ്ങൾ ചാക്ക് കണക്കിൽ എടുക്കാറ്. ആ ചാക്കിന് 1000, 1200 രൂപ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? അവിടെ യുദ്ധം നടന്നിട്ട് നമ്മളിവിടെ സേഫാണ്. നമ്മൾ എന്ത് രാവിലെ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ സേഫാന്നുള്ളതായിരുന്നു രാധാകൃഷ്ണ സാർ എല്ലാവരും വിചാരം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൊത്തം കയ്യിൽ നിന്ന് സീനായി മാറിയത്, അല്ലെ? റൈറ്റ്. അപ്പൊ നമ്മൾ നേരെ 10 മിനിറ്റ് സമയം ഉണ്ടാവും. ഇത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുമ്പോൾ 30 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. 10 മിനിറ്റ് കഴിയാറാകുമ്പോൾ മെസ്സേജ് വരും. ആ 30 സെക്കൻഡ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും തിരിച്ച് ഗ്രൂപ്പ് ക്ലോസ് ചെയ്താൽ മതി. അഥവാ ഇൻ കേസ് ആരെങ്കിലും എവിടെയെങ്കിലും മാറി ക്ലിക്ക് ചെയ്ത്, ഉദയൻ സാറെ ആരെയും ഒന്ന് ക്ലിക്ക് ചെയ്ത് മാറിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കോഫി ടോക്കിന്റെ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. അപ്പൊ കഴിയുന്ന ആരും കൊഴിഞ്ഞു പോകരുത്. അതിനുശേഷമുള്ള ഇൻസ്ട്രക്ഷൻ പിന്നീട് തരാം. നമ്മൾ ഇനി എന്താ വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ നേരെ മാറും. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതിന് കുഞ്ഞു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചാൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ ബ്രേക്കൗട്ട് റൂമിൽ പോവാണ്. അവിടെ പോയി ജഗ പോകായി ഞാൻ എല്ലാ റൂമിലും വന്ന് നോക്കട്ടോ. ഏറ്റവും കൂടുതൽ ആക്റ്റീവായ ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ ശ്രദ്ധിക്കും. ഭയങ്കര ആക്റ്റീവ് എന്നുള്ള ഒച്ചമാളും കൂട്ടല്ല, ആളുകളെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എത്ര പേരുണ്ട്? നമ്മൾ 60 പേരുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരു 10 മിനിറ്റ് സമയം ഒരു 6 ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, 6 ഗ്രൂപ്പുകളുള്ള 6 ഗ്രൂപ്പെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ശ്രീ എന്നുള്ള ഐഡി ഉണ്ടായിരിക്കും. അത് എന്റെ സെക്കൻഡ് ഡിവൈസ് ആണ്. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട. ഗ്രൂപ്പ് 12 മിനിറ്റ് ആയിക്കൂടെ? ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് സംസാരിക്കണ പോലെ 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കഥ തീരൂല. 12 13 മിനിറ്റ് ആയിക്കോട്ടെ. ഓക്കെ 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 ശരി. ഉസ്മാൻ സാറെ ഞാൻ പ്രത്യേക ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയണം 13 മിനിറ്റ് ധാരാളമായിരുന്നു കേട്ടോ, വേണ്ടായിരുന്നു, 6 മിനിറ്റ് എനിക്ക് മതിയായിരുന്നു. ഓക്കെ റൈറ്റ്. അപ്പൊ 6 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ടെക്നോളജി കൂടി പഠിക്കണുണ്ട്. അതിന്റെ കൂടെ കാലഘട്ടമൊക്കെ മാറി. പിള്ളേരൊക്കെ പറയും, അമ്മ ഞാൻ ഒന്ന് ക്ലാസ്സിൽ ഒരു ബ്രേക്ക്ഔട്ട് റൂമിൽ കയറിയിരുന്നുള്ളത്. അപ്പൊ നമ്മൾ പറയണം, എന്ത് ബ്രേക്ക്ഔട്ട് റൂം? ഇതൊക്കെ ഞാനൊക്കെ സ്മിതമായി എന്നും കയറുന്ന ഗ്രൂപ്പല്ലേ, ഇതിലൊന്നും വലിയ കാര്യമില്ല. മറ്റേ വിചാരിക്കും ഏത് റൂമിലാണ് നീ കയറിയത്? ഇതൊരു വെർച്വൽ റൂമാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജോയിൻ ചെയ്തോളൂ. റൈറ്റ്. ജോയിൻ ചെയ്യുന്ന മതിയേ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇതിലും ഞാൻ എന്റെ മാത്രമേ പേര് ശ്രീജാണ്, കാസർഗോഡ് നിന്നാണ്, ടീച്ചറാണ്. ശ്രീജ. ഓക്കെ. അമ്പിളിമ ആരാണ്? ക്യാപ്റ്റൻ ആയിക്കോളൂ. മ്യൂട്ടായിട്ട് ഓരോരുത്തർ പരിചയപ്പെടും. 12 മിനിറ്റ് ഉള്ളൂ. ഞാൻ ഉസ്മാൻ. ഞാൻ പറയട്ടെ. ഞാൻ ഷൈജി മാത്യു, കോഴിക്കോടാണ്, ടീച്ചറാണ്. ഞാൻ ഗീത ഫൈ, കൊല്ലം, ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ, LIC. നെക്സ്റ്റ് സ്വയം പരിചയപ്പെടുത്തുക. ടൈമോളേണ്ട നമ്മള്. ഞാൻ രശ്മി, ഡോക്ടർ രശ്മി, ഹോമിയോ ഡോക്ടറാണ്. ഞാൻ തൃപ്പൂണിത്തുറയിലാണ്, എറണാകുളം. നെക്സ്റ്റ് സൗണ്ട് ഉണ്ടായിക്കോട്ടെ കേട്ടോ. നമ്മളിപ്പോ ഇനി 1 മിനിറ്റ് സംസാരം ഉണ്ട് യുദ്ധത്തെ കുറിച്ചിട്ട്. അടുത്തത് ലേഖ മാം. മ്യൂട്ടാണ്. എല്ലാരും മൈക്ക് ഓൺ ആക്കി വെച്ചോ. ഞാൻ ലേഖ, തിരുവല്ല. ഓക്കെ. അബ്ദുൽ സാർ, ടൈമുകളുണ്ടോ നിങ്ങള്? അമ്പിളി മാം പറയൂ നിങ്ങള്. എറണാകുളത്ത് നിന്നാണ്. ഓക്കെ. വാറിനെ കുറിച്ചിട്ട് ഓരോരുത്തർ സംസാരിക്കാമല്ലോ അല്ലെ? ഞാൻ തന്നെ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് യുദ്ധം എന്ന് പറയുന്നത് ഒരാളെ ലീഡറാക്കി വെച്ചാണ് സാർ. ലീഡർ പേരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ലീഡറിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെ സാർ? ഉസ്മാനായിട്ടുണ്ട്. നിശ്ചിതം വേണ്ട, നിശ്ചിതമാണ് പരിചയപ്പെടുത്തിക്കോ.
നിഷിത മാം പറയൂ. നിഷിത മാം, അബ്ദു സാർ. ഞാൻ നഷീദ ബീഗം ഫ്രം തിരുവനന്തപുരം. പിന്നെ ഈ വാറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മാനസികമായിട്ട് മനുഷ്യർക്കുടനീളം ബുദ്ധിമുട്ടുകൾ എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. അത് എല്ലാവരെയും എല്ലാ ഒരു വിധത്തിലും മറ്റൊരു വിധത്തിൽ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും നമ്മുടെ യാത്രയിലുള്ള പെട്രോളിനാണെങ്കിലും പിന്നെ നമ്മുടെ ഏത് കരിയറിലാണെങ്കിലും നമുക്കത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, പറയട്ടെ. ഓക്കെ, താങ്ക് യു മാം. പിന്നെ നിഷിത മാം, ഓക്കെ. യുദ്ധങ്ങൾ മൂലം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വളരെയധികം കുറയുന്നു. അതുകൊണ്ട് ഈ വിദേശത്തൊക്കെ പഠിക്കുന്നവർക്കും യാത്രകളൊക്കെ നടത്തുന്നവർക്കും അത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പെട്രോൾ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെയും അതിൻ്റെതായിട്ടുള്ള മറ്റേ ഉൽപ്പന്നങ്ങളുടെയും നമ്മൾ അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്ന കാരണം അത്രയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാമ്പത്തികം ഭയങ്കര കൂടുതലായിരിക്കും. സാധാരണ അവര് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിൽ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ എന്താ പറയാ, ഓക്കെ. യുദ്ധം മൂലം ഞങ്ങളുടെ ആവശ്യ സാധനങ്ങളുടെ വില കയറ്റം, അതേപോലെ പാചകവാതകം, അതുപോലെ പെട്രോള്, നമ്മൾ സാധാരണ നമ്മുടെ നിത്യ ജീവിതം തന്നെ കുറെ എന്താ പറയാ കഷ്ടപ്പാടിലേക്ക് വന്നെത്തിച്ചിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിൽ നല്ലോണം ബാധിച്ചിരുന്നു. അവരുടെ കച്ചവടം എല്ലാത്തിനും ഈ യുദ്ധം ബാധിച്ചിരുന്നു. ഞാൻ പറയട്ടെ. നമ്മള് കഴിഞ്ഞ മാസം ഏപ്രിലില് മലേഷ്യക്ക് പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മലേഷ്യയിൽ വന്നിട്ട് ഉസ്മാൻ സാറിനൊക്കെ കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അന്നേരം യുദ്ധം തുടങ്ങിയതുകൊണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഇനിയിപ്പോ പുറത്തേക്കെല്ലാം പോകുന്ന യാത്ര ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ പലർക്കും ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു അങ്ങനെ പല യുദ്ധം തുടങ്ങിയ സമയത്ത് ഒക്കെ വേറെ രാജ്യങ്ങളിൽ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്ക് ആ ഒരു ഭയം ഉണ്ടാകും. അതുപോലെ ഇപ്പൊ സ്വർണം വാങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ, സ്വർണം വാങ്ങാൻ പാടില്ല എന്നല്ല, ആ സ്വർണം വാങ്ങുന്നത് കുറക്കണം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോളർ നിക്ഷേപം കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്വർണം വാങ്ങരുതെന്ന് പറയുന്നത്. നമ്മൾ ഡോളർ ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശത്തുനിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ സ്വർണം നമ്മൾ ഇവിടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ചും സ്വർണം ഒരുപാട് നിക്ഷേപ രൂപത്തിൽ വാങ്ങി വെക്കുന്നവരാണ്. ഈ സ്വർണം പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് ഡോളർ കൊടുത്തിട്ട് തന്നെ വാങ്ങണം. സ്വർണം നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമില്ല. നമ്മളിതൊരു നിക്ഷേപം പോലെ ഡെഡ് മണി ആയിട്ടാണ് അത് കിടക്കുന്നത്. പെട്രോൾ ഡീസൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് കുറക്കണം എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറെ പേർക്ക് അത് ബാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പൈസ ഇറക്കിയ ആൾക്കാർക്ക് അത് നല്ല ആശങ്കയുണ്ട്. താങ്ക് യു മാം. അടുത്തത് ഷൈനി മാം. നമ്മൾ പറഞ്ഞു തന്നെ പറയാ, ഒരു പ്രസംഗം പോലെ നമ്മള് ഇതാക്കുക, എങ്ങനെ ആളുകളെ വിളിച്ചിട്ടോ അങ്ങനെ കേട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ബില്ല് വന്നപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തള്ളിപ്പോയത്. നമ്മളിങ്ങനെ അവിടുത്തെ ആളോട് ചോദിച്ചു, എന്താ ഇത്ര പെട്ടെന്ന് ഈ മന്തിക്കൊക്കെ ഇത്ര പൈസ കൂടിയെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഡം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഈ പിന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങളൊന്നും, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നം അതെല്ലാം പറഞ്ഞു. അവർ കുറെ അവരുടെ എന്താ പറയാ വിഷമതകൾ പറഞ്ഞു. അപ്പൊ ഈ വാറ് നമ്മള് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ അടക്കം ബാധിച്ചിട്ടുണ്ട്. പെട്രോളിനും അതുപോലെ തന്നെ പല ആൾക്കാരും ഓൺലൈനിലേക്ക് വർക്കിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ന് പോയി വരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതേസമയം എന്താ പറയാ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ എത്രയോ പേർക്ക് ഞാൻ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ജോലി പോയിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു വരുന്നൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ലീവിന് വന്നവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല.
അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട്, ടിക്കറ്റ് ഫെയറുകൾ വളരെ കൂടുതൽ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് വാർ കാരണം നമുക്കുള്ളത്. അപ്പൊ ഇപ്പം നമുക്ക് നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. താങ്ക് യു. താങ്ക് യു മാം. രശ്മി മാം, ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞോളൂ, ഇതന്നെ പറഞ്ഞോളൂ. നമ്മള് മടി മാറ്റുകയാണ് ഇതില്. ഇത് തന്നെ പറഞ്ഞോളൂ. ആരാ പറഞ്ഞത് പറഞ്ഞു. ആവർത്തനം സാധനങ്ങളുടെ ഒക്കെ വില കൂടുന്നു. ഗ്യാസ് അതപ്പോ അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. മറ്റത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയിരുന്ന സാധനങ്ങൾ ഇപ്പൊ 1.5 മാസം കഴിഞ്ഞൊക്കെ കിട്ടുള്ളൂ. എല്ലാത്തിലും ഒരു റെസ്ട്രിക്ഷൻ വന്നു തുടങ്ങി. പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഗൾഫിലുണ്ട്. അവരുടെ മെന്റൽ ആങ്സൈറ്റി, അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ അവിടെ തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്കൊന്നും അത് പഠിക്കാൻ സാധിക്കാതെ വരിക. ഇനി ഭാവിയിൽ എന്തുണ്ടാവും, അപ്പൊ തിരിച്ചു നാട്ടിലേക്ക് തന്നെ വന്ന് സെറ്റിൽ ചെയ്യാം എന്നുള്ള ചിന്തകള്. അപ്പൊ അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ഒരു അത്രയൊക്കെ ഉള്ളു എനിക്കും പറയാനായിട്ട്. താങ്ക് യു മാം. ലേഖ മാം. ലേഖ മാം പറഞ്ഞോളൂ. യുദ്ധത്തെ കുറിച്ചിട്ട് പെട്ടെന്നൊരു ടോപ്പിക് വന്നിക്കാണ്, നിങ്ങളുടെ അഭിപ്രായം ഇപ്പോ ഷെയർ ചെയ്യുക. യുദ്ധം കൊണ്ട് സുഖമാണോ ദുഃഖാണോ? മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. നിങ്ങൾ മ്യൂട്ട് ഓൺ ആയിട്ടുണ്ട്, പക്ഷെ ക്ലിയർ ഇല്ല. വരാം. പറയൂ. കേൾക്കാവോ? കേൾക്കാം. പോയി കാണുന്നില്ല, എന്റെ ഫോണിന് എന്തോ കുഴപ്പം. നോ പ്രോബ്ലം, നിങ്ങൾ പറഞ്ഞോളേ. കാണുന്നുണ്ടോ എന്നെ? ഇല്ല, കാണില്ല. നിങ്ങള് പറഞ്ഞോ. ശ്രീ സാർ ഇപ്പൊ ചവിട്ടി പുറത്താക്കില്ലേക്ക് നമ്മള്. നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇവിടെ കയറിക്കണത്? ഞാൻ ഒറ്റക്ക് മേയിരുന്നു അവിടെ. ഞാൻ 2 മയിൽപ്പീലി കൊടുന്നേറ്റോ ഒരു മയിൽപ്പീലി, ചെറിയൊരു ഓടക്കുഴലും. മാം, രശ്മി നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടല്ലോ ഇപ്പോഴും അല്ലേ? അതാണ് എന്റെ സമാധാനം. ഒന്ന് കയ്യൊന്ന് അനക്കി. ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ലേഖ മാം പ്ലീസ്. ഒരു മിനിറ്റ്. ലേഖ മാമിനെ അവിടെ വരാം. അപ്പൊ അതിന്റെ ഇടയില് ശ്രീജ മാം, നിങ്ങൾ ശ്രീജ മാം സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഒറ്റ മിനിറ്റ്. നിങ്ങള് റൂം നമ്പർ 3 ആണ്. നിങ്ങൾ ലീഡർ ആരാ ഇവിടെ? ലീഡർ എല്ലാരും ലീഡറാണ്. അല്ലല്ല, ഒരാൾ ഞാനാണ് അത്ര. ജീവനോടെ തിരിച്ചു വരണം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ മറ്റും ഇതിനെ കുറിച്ച് പിന്നെ പറയാം. ഗീതാമേ നിങ്ങൾ സംസാരിക്കും. ലേഖമേ വെയിറ്റ് ചെയ്യുക, ഗീതാമേ സംസാരിക്കട്ടെ. യുദ്ധം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ യുദ്ധം ഉണ്ടായാൽ സാമ്പത്തികമായിട്ടുള്ളതായാലും അതുപോലെ പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഒക്കെ ബാധിക്കുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. നമ്മുടെ പ്രദേശത്ത് നിന്നും വളരെയധികം ആൾക്കാർ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തുമൊക്കെ പണിയെടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെയൊക്കെ വളരെയധികം ബാധിക്കുന്നതാണ്. അതുപോലെ അവരുടെ വീട്ടിലുള്ള ആൾക്കാർ വളരെയധികം വിഷമാവസ്ഥയിലൂടെ, മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പെട്രോളിന്റെ വില വർദ്ധിച്ചു. അതുപോലെ സെൻസെക്സ് വളരെയധികം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സെൻസസ് താഴ്ന്നതുകൊണ്ട് പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു സമയമാണ് ഈ സെൻസസ് താഴ്ന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇടിവ് വരുമ്പോഴത്തേക്ക് അവർക്ക് നഷ്ടം നേരിടുന്നതാണ്. ആ സമയം പിന്നെ അവർക്ക് എപ്പോഴായാലും കയറ്റം ഉള്ള സമയം നോക്കി അത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. യുദ്ധം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ ലേഖ മാം ഇനി സംസാരിക്കാലോ അല്ലേ? ഹലോ, പറഞ്ഞോളൂ. പറയട്ടെ. പിന്നെ യുദ്ധം പറഞ്ഞു കഴിഞ്ഞാല്, യുദ്ധം വന്നാൽ നമ്മുടെ ആളുകളുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റും കൊണ്ട്
ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന ഒരു സംഭവമാണ് എൻ്റെ ബിസിനസ്സിൽ ഉള്ളത്. പിന്നെ എന്തോന്ന് അങ്ങനെ തന്നെയാണ്, പറഞ്ഞോളേ. യുദ്ധം നമുക്ക് പ്രശ്നങ്ങൾ തരുന്നുണ്ട്, ഓക്കെ. അതേപോലെ തന്നെ യുദ്ധം നിങ്ങൾ ഭക്ഷണത്തിന് എല്ലാവരും തരുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മുടെ ബിസിനസ് കൊണ്ട് അങ്ങനെ നല്ലതായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അബ്ദുൾ സാർ, നിങ്ങൾ ഓക്കെ ആണോ? അല്ലെങ്കിൽ ഉസ്മാൻ പറയാം. പ്രിയപ്പെട്ടവരെ, യുദ്ധം ഒരിക്കലും നമുക്ക് സന്തോഷം നൽകുന്നില്ല. ഒരു രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരായ ആളുകൾക്ക് ചിലപ്പോൾ സന്തോഷം നൽകുന്നുണ്ടാവും, പക്ഷേ അതിലൂടെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങള് മരിച്ചു വീഴുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഓരോരുത്തരുടെയും അവസ്ഥകള്. നമ്മളൊക്കെ ഈ സന്തോഷത്തിലും സമാധാനത്തിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമുക്കെല്ലാം ഒരു ഇപ്പോഴത്തെ ഒരു ലെവലിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ, ഓ അവൻ വിജയിച്ചു, ഇവൻ വിജയിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിംസ് മരിച്ചു, ഒരു ഹിന്ദു മരിച്ചു, ഒരു ക്രിസ്ത്യാനി മരിച്ചു എന്നുള്ള സംഭവത്തില് മതവരി കൊണ്ട് നടക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ അതിലൂടെ പിഞ്ചോമന പൈതലുകളായ ഒരുപാട് മനുഷ്യര്, പിഞ്ചോമനയാണെന്നുണ്ടെങ്കിൽ ശരി, പ്രായപൂർത്തിയാറാണ് ശരി, പാവപ്പെട്ട ഒരുപാട് മനുഷ്യരാണ് ഇവരുടെ വെപ്പൺസ് സെയിലിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും യുദ്ധത്തെ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ച്, അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പോയി എന്നുള്ള പേര് പറയാതെ നമ്മളൊക്കെ ഒരു നല്ലൊരു അഡ്രസ് ഉണ്ടാക്കി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദാറ്റ്സ് ഓൾ. അപ്പൊ ഇനി അടുത്തത് അബ്ദുൾ സാറാണ് പറയാത്തത്. അങ്ങനെ അബ്ദുൾ സാറ് പറയുന്നില്ല എന്ന് തോന്നുന്നത്. എന്തൊക്കെയാ എല്ലാരെയും വിശേഷങ്ങള്? ഇനി ടോപ്പിക് കഴിഞ്ഞില്ലേ നമ്മളെ നോർമല് ഈ ടോപ്പിക്കല്ലേ? സമയവും കടന്നു പോകും എന്ന് ഓർത്താ മതി ഇപ്പൊ, അല്ലെ? ഈ സമയവും കടന്നു പോകും, അത്ര തന്നെ കുറച്ച് ഉള്ളു. കഴിയുമ്പോ ഇതൊക്കെ ശരിയാകും. അതായത് ലേഖ മാം, നമുക്ക് ടോപ്പിക്ക് കിട്ടൂല. അപ്പൊ പെട്ടെന്ന് നമ്മളടുത്ത് ഒരാള് സംസാരിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 കാര്യം ചിന്തിക്കുക. ഒരു മാമ്പഴത്തെ കുറിച്ച് നമ്മളടുത്ത് ഒരാൾ പറയാണ്, ക്ലാസ് എടുക്കുക എന്ന് പറയാം. ഞാൻ എന്റെ കുഞ്ഞറിവ് കൊണ്ട് പറയണട്ടോ, ഞാൻ ഇതേപോലെ പല ആളുകളും കേട്ടിട്ട്. ഉസ്മാൻ, മാമ്പഴത്തെ കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളപ്പോ മാമ്പഴം എന്താണിപ്പോ നമ്മളെല്ലാരും കഴിക്കുക, അങ്ങനല്ല. അപ്പൊ എല്ലാത്തിനും ഒരു 3 ഇതായിട്ട് വെച്ചിട്ടുണ്ട്. മാമ്പഴം പച്ചയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, അത് അവിടെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, റെസ്റ്റോറന്റിലാണ്, സോറി. മാമ്പഴം എന്ന് പറഞ്ഞാല് പഴുത്തതാണെന്നുണ്ടെങ്കിൽ പഴുത്ത മാമ്പഴമുണ്ട്, പച്ച മാമ്പഴമുണ്ട്. അപ്പൊ പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴമായിട്ട് കഴിക്കാനും പറ്റും, പച്ചയാണെന്നുണ്ടെങ്കിൽ അച്ചാറിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിയും മാമ്പഴത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ. അതേപോലെ യുദ്ധത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടേക്ക് സംസാരിച്ചില്ലേ, ഈ സംസാരം നമുക്ക് നമ്മളെ ബിസിനസ് നല്ല പ്രചോദനപ്പെടും. നമ്മൾ വിചാരിച്ചു എല്ലാം തികഞ്ഞു എന്നുള്ളത്, ഇല്ല. പക്ഷെ സാഹചര്യങ്ങൾ സംസാരിക്കാൻ കിട്ടുമ്പോൾ അത് നമ്മൾ യൂസ്ഫുൾ ആക്കുക. ഇത് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എന്റെ എന്തെങ്കിലും, കുഴപ്പം ഞാൻ നിങ്ങളെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു എന്റെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം എന്താ, ഇതാണ് സാർ. ഇല്ല അത് ഒരു അല്ല, കുഴപ്പമില്ല. എന്റെ അത് കുഴപ്പം ഇതാ സാർ. അല്ല, അല്ല, ഞാൻ വിചാരിച്ചിരിക്കുന്ന എന്റെ കുഴപ്പം ഇതാ, അതുകൊണ്ടാ എന്റെ ബിസിനസ് ഒന്നും നടക്കാത്തെ എന്നുള്ള അങ്ങനെയൊന്നുമില്ല, ഇതിലാ ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ബിസിനസ് മടിയുണ്ട് എന്താന്ന് കുറെ. വെച്ചാലേ, ബിസിനസിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ആളുകളെ പേരെടുത്തിട്ട് വിളിക്കുക. ഈ നമ്മൾ ചിലപ്പോൾ അവാർഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, പേരെടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്റ്റീവ് ആകും. പിന്നെ ആ വ്യക്തി ഒരിക്കലും എന്താവൂല, നമ്മളെ ഫോക്കസ് രക്ഷപ്പെടൂല. ഏത് സമയത്തും വിളിയൊരുന്നില്ലതിൽ നിൽക്കും ചെയ്യും. നമുക്ക് 100 ആളുണ്ടെന്നുണ്ട്, ഒരാളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സപ്പോർട്ടായിട്ട് നിർത്താൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ ആരെയും നോക്കണമെന്നോ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ ഒന്നുമില്ല, ഉണ്ടായിരുന്നു അടിവയറ്റുന്ന ഒരു കാളലും ഭയങ്കര ചങ്ക് വരളലും മുട്ടുകാല് വിറക്കലും മൈക്ക പിടിക്കാൻ ഇങ്ങനെ പിടിക്കണ്ട മറ്റേ ഇത് കണ്ടില്ലേ, അതേപോലെ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുക, നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല. നമ്മളെ മനസ്സിലേക്കും വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ചിന്തിക്കാനുള്ള സമയം. നമ്മൾ വിചാരിക്കും എന്നെ കുറിച്ചിട്ട് ഇപ്പൊ അവരെന്ത് തോന്നും, എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, എന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട്, എന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഒന്നും തോന്നൂല. ആളുകളെ പേരെടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാം. നിങ്ങൾ ഇതേപോലെ സംസാരിച്ചോളി, എന്നെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ കത്തിയടിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവനാണ്, അത് വേറെ കഥ. അങ്ങനെ കൂട്ടത്തിൽ കമ്പനി പറയാൻ നെയിം പറ്റും, പക്ഷെ എന്താ ചെയ്യുന്നേ? ഫ്രണ്ട്സ് വരുമ്പോ കമ്പനി നെയിം എനിക്കുണ്ടല്ലോ ഒരു എന്തോ ഇതാ
മാം എന്ത് ചെയ്യുന്നേ? ഞാൻ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് ഓൾസ്പെൻ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ. ആ അമ്പിളി മാം എവിടെയാണ് സ്ഥലം? കണ്ടു പരിചയമുണ്ട് മുഖം. എറണാകുളം. എറണാകുളത്തല്ലേ? ഓക്കെ. നിങ്ങളൊക്കെ ഇരിക്കുന്ന പൊസിഷനൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര അനുഗ്രഹമുള്ളവനാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ ഇടയിൽ നമ്മൾ ഇരിക്കാനൊരു ഇത് തന്നല്ലോ എന്ന്. അമ്പിളിയാമിന് ഞാൻ അങ്ങനെ പറയണ ഇഷ്ടമല്ല. അമ്പിളിയാൻ പറയും ഉസ്മാൻ നീ വേറെ പൊസിഷനിൽ ഇരിക്കണെന്ന് പറയും. സോ ഇയാള് ബ്രേക്ക് ക്യാൻസൽ ആയി. റൂം ലീവ് ഇല്ല, ചെയ്യേണ്ട നിന്നോളൂ സമയമായി. നിന്നോളൂ, അത് ലാസ്റ്റ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് പൊയ്ക്കോളൂ. ആയിക്കോളും. ആ ചാടി ആ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉസ്മാൻ സാറ് ഭയങ്കര ബിസിനസ് അല്ലേ? സാറിന് എന്ത് കുറവില്ലത്? ബിസിനസ് ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര ഒന്നുമില്ല. അപ്പൊ ഇവര് ചോദിച്ചില്ലേ ലേഖാമേ, നമ്മള് സംസാരത്തിലൂടെ നല്ല ബിസിനസ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും സംസാരിച്ചത്, നിങ്ങള് സംസാരം ഉണ്ടോ ചോദിച്ചുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണോ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൽ വാങ്ങാൻ വിചാരിച്ചോ വാങ്ങും, അല്ലാത്തോ പോകും. എല്ലാവരും നമ്മളെ കസ്റ്റമർ ആണെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട. നമ്മൾ ഇന്ന് തന്നെ ബിൽഗേറ്റ്സോ നമുക്ക് യൂസുഫ് അലിയോ ആവണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ ഒരു ദിവസത്തിൽ ഒന്നായിരിക്കും, ഒരു റൂം ലീവ് മാസത്തിൽ ചെയ്യാം ഒന്നായിരിക്കും. അല്ലേ? ഏഹ് ലീവ് ചെയ്തൂടെ റൂം? സമയമായി തോന്നല്ലോ. ഇല്ല, അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളും, ലീവായി വേണം പോകും. നിക്കണമെങ്കിൽ നിക്ക്, അല്ലെ തന്നെ അതെയോ? പോവും. ആ ഓ ആ ആ ഓക്കെ. അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ വിചാരിക്കും ഇന്ന് തുടങ്ങി നാളെ തന്നെ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാത്താണോ? ഒരിക്കലല്ല. അനുഭവങ്ങൾ നമ്മൾ സംസാരിക്കും. ഓക്കെ, താങ്ക് യു. പോന്നു. ഹായ് അമ്പിളി. ടീച്ചറെ വടിയെടു. എല്ലാവരും ഒരു റൂമിലാണ് അപ്പൊ. വടിയെടുത്താലേ വരൂ. ശ്രീ സാറിനെ കാണാനല്ലോ ക്ലാസ് കയറുന്നു. ഏതെങ്കിലും. തോന്നായിരുന്നു. ഏത് റൂമാ കൂടുതൽ അവിടെ ഷൈനു, സമ്മതിക്കുന്നത് നോട്ട് ചെയ്യണം. ഹലോ കുറേ ദിവസമായി കണ്ടിട്ട്. ഹലോ, ഷീനു സാറ് നേരത്തെ പോന്നല്ലേ? ഞങ്ങളെ റൂമിൽ വന്നിട്ട് നെജില മാഡം വേറെ ഓക്കെ, താങ്ക് യു. ഇത്രത്തോളം ഇതിനകത്ത് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. മനസ്സാറെ തെറ്റെന്റെ ഭാഗത്ത് തന്നെയാണ്. ഞാനത് നേരത്തെ തിരിച്ചറിയണമായിരുന്നു. ഇത്രത്തോളം വൈബ്രന്റ് ആയ ആളുകളാണ് എന്നുള്ളത്. ഓക്കെ, ഏതായാലും സന്തോഷം. ഏതായാലും 54 ആളുകൾ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ചിലരൊക്കെ മേ ബി തിരക്കുണ്ടായിരിക്കും, ഇന്ന് സൺഡേ അല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോകുന്ന കാര്യം. പിന്നെ നിങ്ങൾ പോകുമ്പോൾ മാനസികാവസ്ഥ കാണിച്ചു. ഇനി എനിക്ക് നിങ്ങളെ തിരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ ഒരു സ്ക്രീൻ ഷെയറിങ് കാണിക്കും. ആ സ്ക്രീൻ ഷെയർ ഇതായിരിക്കണം നിങ്ങൾ ഇനി നിങ്ങളുടെ പ്രസന്റേഷനിൽ വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയുള്ള നിങ്ങളെയാണ് ഇനി വേണ്ടത്. പോകുമ്പോൾ നിങ്ങളല്ല, തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു സ്ക്രീൻ ഷെയറിങ് വരുന്നുണ്ട്. ആ സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. യെസ്, ഇതായിരിക്കണം നിങ്ങൾ. പ്രിയമുള്ളവരെ, ഇതിലെ വിശിഷ്ടാതിഥി, സത്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കാരണം രാജ്യത്ത് ജനങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. കാരണം ഒരു കാര്യത്തിലും യാതൊരു വിധത്തിലും യാതൊരു പ്രതിബദ്ധതയിലും എന്താണ് അവൻ പറയുന്നത്, എന്താണ് അവൻ ചെയ്യുന്നത് പോലും അടിസ്ഥാനപരമായിട്ട് അവന് യാതൊരു ഇതുമില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം പാലിക്കാണ്. നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കില്ല. ആവേശം കയറി പോണ ഇതായിരിക്കണം. ആവേശം വേണോ? ഈ ആവശ്യം പോരാ, ഇതിന് മേലായിരിക്കണം. അതാണ് അയ്യോ, ഈ ഒരു സെഷന്റെ അയ്യോ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മൾ ഏതായാലും ക്ലോസിംഗ് സെറമണിയിലേക്ക് ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൺഡേ കാരണമാണ്. ഈ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ക്ലോസ് ചെയ്താൽ പോരെ? എല്ലാവരും അഭിപ്രായം എന്താ? മതി, ധാരാളം മതി സാർ. ധാരാളം മതി. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ടീം 6 ഞാൻ ആദ്യം വിളിക്കുന്നത്. 6ന്റെ ഷിനു സാറായിരുന്നു ലീഡർ. ഷിനു സാർ എങ്ങനെ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. ഷിനു സാർ കണ്ടിന്യൂ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ചെയർമാൻ മുജീബ് സാർ, സോറി ഉസ്മാൻ സാർ,
നമ്മുടെ ഇന്നത്തെ ട്രെയിനർ സെയ്ദ് സാർ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉദ്ദേശിച്ചത് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ നടത്തിയ ആക്ടിവ് ഓരോരുത്തരൊന്നും പറഞ്ഞില്ല, ആ പോയിന്റുകളാണ് വേണ്ടത്. ഓക്കെ, ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇന്ന് തന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? പറയാം. ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള പ്രശ്നമായിരുന്നു. അപ്പൊ അതിന് റൂമിൽ വന്നിരുന്നു പറഞ്ഞത് പി ജോസഫ് സാർ ഉണ്ടായിരുന്നു, ഹസീന ഷെരീഫ് മാം ഉണ്ടായിരുന്നു, അബ്ദുൾ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു, ജയപ്രകാശ് സാർ ഉണ്ടായിരുന്നു, ഡോളി മാം ഉണ്ടായിരുന്നു, ജിഷ മാം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ. അങ്ങനെ 7 പേരായിരുന്നു നമ്മുടെ റൂമിലുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വലിയ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് ഇപ്പം യുദ്ധത്തും അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ചയുണ്ടായി. അത് നമ്മുടെ ജോസഫ് സാർ പറഞ്ഞത് നമ്മുടെ ഈ ഒരു യുദ്ധം നടന്നതിലൂടെ വന്ന പ്രശ്നങ്ങളൊന്നും നടന്നത് മെയിൻ ആയിട്ട് ഹോട്ടൽ ഫീൽഡ് മൊത്തത്തിൽ അടച്ചു പൂട്ടുകയുണ്ടായി. അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ പ്ലാസ്റ്റിക് പോലുള്ള കേബിള് അങ്ങനെയുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടി. പിന്നെ അത് ഗൾഫ് അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് സാർ പറഞ്ഞ ബ്രീഫായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹസീന മാം പറഞ്ഞിരിക്കുന്നത് മെയിൻ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി ഒരുപാട് ബാധിച്ചതിനെ തുടർന്ന് ഒരുപാട് ഹോട്ടൽ അടച്ചു പൂട്ടേണ്ടി വന്നു, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. കൂടുതൽ പേർക്ക് പല കുടുംബങ്ങൾക്കും ഈ കുടുംബങ്ങൾക്കും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. വിശേഷം നമുക്ക് പിന്നെ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ ഹോട്ടൽ ഫീൽഡ് അടച്ചു പൂട്ടിയതിലൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുഡ് കറക്റ്റ് അവർക്ക് തമ്മത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ സാർ പറഞ്ഞിരിക്കുന്നത് സാർ USA അവിടെ USA ആയിരുന്നിട്ട് പോലും ഗ്യാസിന് നല്ലതായിട്ട് വില കൂടിയിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ ബാധിച്ചു, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ഒരുപാട് തൊഴിലവസരങ്ങൾ പുതിയതായിട്ട് തൊഴിലവസരങ്ങൾ ഇല്ലാതായി. കൂടാതെ വെജിറ്റബിളിന് വില കൂടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജയപ്രകാശ് സാർ വ്യാപാരത്തിന് സാർ ഒരു വ്യാപാരിയാണ്, തൊഴിലവസരം ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് സാറിന്റെ ഒരുപാട് ബിസിനസ്സിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. വിശേഷിച്ച് സാർ പറഞ്ഞിരിക്കുന്നത് ബാഗുകൾക്ക് വില കൂടി, പ്ലാസ്റ്റിക്കിന് 30% പ്ലാസ്റ്റിക്കിന് വില കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോളി മാം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഡോളിമാന്റെ ഒരുപാട് പേര് വിദേശത്ത് ബന്ധുക്കളായിട്ടുണ്ട്. അവർ വിഷമത്തിലാണ്, അവർക്ക് പുറത്തിറങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ വിഷമത്തിന് അതിലൂടെ മേഡത്തിന് നല്ല വിഷമമുണ്ട്. അപ്പൊ ആ ഒരു വിഷമത്തിലാണ് മേഡം ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ജിഷ മേഡം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടി, യാത്രകൾ ഒഴിവാക്കുക. മേഡം ഒരു സൊല്യൂഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ള പറയുന്നത്. യാത്രകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരാൾ ഒരു കാറിൽ പോകുന്നുണ്ടെങ്കിൽ കഴിവതും ആ കുടുംബത്തിലുള്ള ബന്ധുക്കളെല്ലാവരും അതിലുള്ള ബന്ധുക്കൾ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരു കാറിൽ പോയി കാണുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, പെട്രോളിന്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. മാഡമിന്റെ ഒരു ടോക്ക് പറഞ്ഞാൽ മുണ്ടു മുറുക്കി കുത്തി കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്, ആ രീതിയിൽ പറഞ്ഞു. സാമ്പത്തികത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫോറിൻ റിസർവ് ഒരുപാട് കുറയുന്നുണ്ട്. ഞാനും സൊല്യൂഷനിലേക്കാണ് പോയത്. ഇത്രയും കാര്യങ്ങൾ പൊതുവെ പറഞ്ഞെങ്കിൽ സൊല്യൂഷനിലേക്കാണ് ഞാൻ പോയത്. ഫോറിൻ റിസർവ് കുറയുന്നുണ്ട്. അത് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്വർണത്തിന് ഉപയോഗമാണ്. സ്വർണത്തിന് ഇപ്പം നമുക്ക് ടൺ കണക്കിന് സ്വർണം നമ്മൾ പുറത്തുനിന്നാണ് വരുത്തുന്നത്. അപ്പൊ ഈ വീണ്ടും നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള പിന്നെ നമ്മളെ മണി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്, ഫോറിൻ റിസർവ് മണി കുറയുകയാണ് ചെയ്യുന്നത്. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പെട്രോളിന്റെ ഞാൻ പറഞ്ഞ മാഡം പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് കഴിവത് വിദേശ യാത്രകളും ഒഴിവാക്കുക. വിദേശ യാത്രകൾ പോകുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഫെയർ ഒരുപാട് ആവുന്നുണ്ട്, അവിടെ നമ്മൾ മണി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കോമൺലി നമ്മൾ ചർച്ച ചെയ്തതും സൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു എക്സലന്റ്. ഒരു ടീം ലീഡറുടെ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ തന്റെ ടീമിലുള്ള എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഷിൻ സാർ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. അടുത്തത് ഗ്രൂപ്പ് 5 ആണ്. നന്ദകുമാർ സാർ ആയിരുന്നു ലീഡർ. നന്ദകുമാർ സാർ പ്ലീസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് നന്ദകുമാർ. ഞാൻ ട്രിവാൻഡ്രത്താണ് കയറിയിരിക്കുന്നത്. എൻ്റെ ടീമിൽ ഹേമരഞ്ജിനി പ്രകാശ് മേഡം ഉണ്ട്, നജില മേഡം ഉണ്ടായിരുന്നു, ഷാദുലി സാറ്, അസീസ് സാറ്,
ബിന്ദു മാഡം ഫ്രം വയനാടും, മല്ലിക മാം, ഇത്രയും അംഗങ്ങളാണ്. ഞാനടക്കം 7 പേരാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യുദ്ധം ഒരു പ്രശ്നത്തിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഒരു പരിഹാരമല്ല. ഇതുവരെയും നമ്മുടെ ഗാസയും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ യുദ്ധം നമ്മളെ തന്നെ സാരമായി, നമ്മുടെ എല്ലാവരെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സമ്മറി ആയിട്ടാണ് പറയുന്നത്. കാര്യം ഇപ്പൊ നമ്മുടെ ഗൾഫ് കൺട്രീസ്, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ നമ്മൾ ബാധിച്ചു. എല്ലാവരുടെയും ബിസിനസ്സിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കസ്റ്റമറിനായിട്ടുള്ള ഡെലിവറീസ് ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ടൈം ലൈൻ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ടോട്ടലി നമ്മുടെ രാജ്യത്ത് തന്നെ അൺസർട്ടനിറ്റി നമുക്ക് ബാധിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കുട്ടികളെ തന്നെ പലരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് നമ്മുടെ അടുക്കളയിൽ തന്നെ എത്തിയിരിക്കുന്നു. ഈവൻ നമ്മുടെ തന്നെ പത്രം, ഇപ്പൊ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചുകൊണ്ടായി, പത്ര ബിസിനസ് ചെയ്യണം. പത്രം തന്നെ ഇപ്പം പലരും വരുത്താതായി. നമ്മുടെ കോവിഡ് വന്നതുപോലെ ആ ടൈമിലാണ് ഇപ്പം പത്രങ്ങൾ വരുത്തുന്നില്ല. അതുകൊണ്ട് അവരുടെ ബിസിനസ്സിന് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തുടരെ നമ്മൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത സമ്പത്ത് എല്ലാം തകർന്നൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മളെ കേരളത്തെ ഒരു സാമ്പത്തിക മാന്ദ്യം ശരിക്കും സാരമായി ബാധിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പ്രവാസികളുടെ കുടുംബം, അവിടെ എല്ലാം വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സാരമായി ബാധിച്ചു. കാര്യം സ്കൂൾ തുറക്കാൻ പോകുന്നു, എന്താണ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മേഖലകളെയും ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം നമ്മളൊരു സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുത്ത് നമ്മുടെ മാനസികമായും ശാരീരികമായും എല്ലാത്തിലും നമ്മൾ തിരിച്ച് ഒരു പൂർവ്വസ്ഥിതിയിലോട്ട് വരാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എല്ലാവരും ചർച്ച ചെയ്തത്. താങ്ക് യു. ഓക്കെ, ഒരു ലീഡറുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നന്ദകുമാർ സാർ നിറവേറ്റി. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അടുത്തത് ടീം നമ്പർ 4 ആണ്, റൂമ് 4, ബേബി സാർ ആയിരുന്നു. ബേബി സാർ പ്ലീസ്. ബേബി സാറെ മ്യൂട്ട് മാറ്റിയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 7 പേരുണ്ടായിരുന്നു. ഫസീല, മിൻസൻ സാറ്, അഡ്വക്കേറ്റ് സജന, നാഗേഷ് സാറ്, ഷംല, നജില, അങ്ങനെ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പിന്നെ ചർച്ച വിഷയമായിട്ടുണ്ട്. എന്നാൽ അതിൽ ഉൾപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുണ്ട്. അതും കൂടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, പിന്നെ മിൻസൻ സാർ പറഞ്ഞൊരു പ്രധാന കാര്യം, ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. ലോകം ഒരു വില്ലേജായിട്ട് കരുതുവാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ദാറ്റ് ഓൺ ബട്ടർഫ്ലൈ എഫക്റ്റ്. നമ്മൾ ഇത് എവിടെ, ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്കും ഉണ്ടാകുന്ന ഒരു ചെറിയ സ്പാർക്ക് ഇത് ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പിന്നെ ആപൽക്കരമായ അവസ്ഥ കൂടുതലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നെ അപ്പോൾ അദ്ദേഹം അതിന് കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, അതിനോടുകൂടി എക്സിസ്റ്റ് വിത്ത് കോ എക്സിസ്റ്റ്. അപ്പൊ നമ്മളിവിടെ അതിജീവിച്ചിട്ടുണ്ട്, എന്നാൽ കൂടെ ഉള്ളവരെയും കൂടെ നമ്മൾ കൂട്ടുപിടിക്കണം, അവരെയും കൂടെ നമ്മൾ കൂട്ടുപിടിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ അവിടെയുള്ള നമ്മുടെ ഗൾഫ് മലയാളികളെ സംബന്ധിച്ചോളം ഇവിടെ കല്യാണം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ചിലരോട് ഇപ്പം ഒരു ലീവ് ചോദിക്കാൻ പറയും, നിങ്ങൾ പൊയ്ക്കുള്ളൂ, പക്ഷെ ഇനി തിരിച്ചു വരണ്ട. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവര്, സാമ്പത്തികമായ പ്രശ്നമുള്ളവര്, അപ്പൊ അവരുടെ വിഷമം അവിടെ പിന്നെ ഫ്ലൈറ്റ് ചാർജ് ഒക്കെ 5 മടങ്ങ് 6 മടങ്ങ് കൂടിയ അവസ്ഥ. എല്ലാം സാമ്പത്തികമായ ഞെരുക്കത്തിലാണ് എല്ലാവരും എന്ന ഏക അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതെല്ലാം പറഞ്ഞ അവസാനമായി വന്നപ്പോ അത് ഞാൻ പറഞ്ഞൊരു അഭിപ്രായമാണ്. നിങ്ങൾ എല്ലാവരും എന്നോട് ദേഷ്യം പിടിക്കും. ഇതിനെല്ലാം കാരണക്കാരൻ ദൈവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദൈവം എണ്ണിയാൽ തീരൂല. ഈ എന്റെ ദൈവമാണ് ശരി എന്ന് പറയുന്നതിന് വേണ്ടി എന്ത് സംഭവിക്കും, മറ്റുള്ള ദൈവങ്ങളെയും അത് വിശ്വസിക്കുന്നവരെയൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മൾ ഇറാഖ് യുദ്ധം മുതൽ ഇങ്ങോട്ട് കാണുന്നതാണ്. ഒരു സൽമാൻ റുഷ്ദി അതിനിടയ്ക്ക് നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ദെൻ. പിന്നെ അവസാനമായിട്ട് വന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നാഗേഷ് സാർ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു ഏകാധിപതി, ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം, എന്നേക്കാൾ വലിയവൻ ഉണ്ടാകരുത് എന്ന് പറയുന്ന, ഞാൻ ട്രംപ് കാർഡാണ് എന്ന് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ആയിരിക്കണം ട്രംപ് കാർഡ് എന്നുള്ളൊരു അഭിപ്രായം കൂടെ വന്നു. ഏതായാലും നമ്മളെല്ലാവരും സങ്കടത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ അത് തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വേദനയുണ്ട് എന്നാണ് എല്ലാവരോടും പറഞ്ഞ് അത് ഒരു പൊതു തീരുമാനത്തിലെത്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബേബി സാർ, താങ്ക് യു സോ മച്ച്. വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ പോയിന്റുകളും കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെ 1-2 വിട്ടുപോയ കാര്യങ്ങളും ബേബി സാർ കയ്യിൽ നിന്ന് ആഡ് ചെയ്തു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇനി 3 പേരാണ് പറയാനുള്ളത്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഉൾപ്പെടാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ആവർത്തന വിരസത നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിലോ ഗ്രൂപ്പിന്റെ മുകളിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഈ ഒരു ഗ്രൂപ്പിന്റെ സതുദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ബിന്ദു മാം,
ഇപ്പം നമ്മൾ ഈ പങ്കെടുത്തവർ മാത്രമേ ഉണ്ടാവൂ. പങ്കെടുത്തവർ മാത്രം എന്നുള്ളത് അല്ല അതിൻ്റെ പ്രത്യേകത. അത് വർക്ക്ഷോപ്പാണ്. അവിടെ നമ്മൾ വരികയാണെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അവിടെ വന്നാൽ മതി. എന്താണ് പണി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഉറങ്ങിയോ, ഊണ് കഴിച്ചോ, ഇതൊന്നും അതിൽ വരണ്ട. അതൊന്നും ആവശ്യമില്ല നമുക്ക്. രശ്മി മാം അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മിനിറ്റ് ഓഡിയോ വീഡിയോ നമുക്ക് ടോപ്പിക് തരും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിൽ മാത്രം ആ ഒരു ഗ്രൂപ്പിൻ്റെ അപ്പുറത്തോട്ട് അത് നമ്മൾ ഷെയർ ചെയ്യേണ്ട, ആരും ഷെയർ ചെയ്യേണ്ട. അതിൽ മാത്രമായിരിക്കണം. നമ്മൾ ഷൈ ഒഴിവാക്കാനും നമ്മൾ പരസ്പരം അറിയാനും ഏറ്റവും നല്ല ഉതകുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ കണ്ട ആളൊക്കെ പിന്നെ കാണുന്നില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ച എന്താണ് അവസ്ഥ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പങ്കെടുത്തവരെ ഒന്നും കൂടി പ്രാപ്തരാക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ഉയരങ്ങളിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഉയരങ്ങളിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അതിൽ നന്നായി അധ്വാനിക്കേണ്ടി വരും. പക്ഷെ നന്നായി അധ്വാനിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം. അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്? ജോയിൻ ചെയ്തോളാം. റൈറ്റ്. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ശ്രീ ഉസ്മാൻ സാർ പ്ലീസ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ശ്രീജ മാം, ഷൈനി മാം, ഗീത മാം, രശ്മി മാം, നഷിത മാം, ജസ്മിൻ മാം, ലേഖ മാം, അമ്പിളി മാം, പിന്നെ അബ്ദു സാറ്. ഇതിലെല്ലാവരും ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരുന്നു. വളരെ നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു ഭയമൊന്നും ഇല്ലാതെയാണ് അവർ സംസാരിച്ചത്. വിഷയങ്ങളൊക്കെ ഈ യുദ്ധത്തെ കുറിച്ചിട്ട് ഏകദേശം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു ഇതിൽ അവരൊന്നും കൂടിയും ഹൈയിലേക്ക് എത്തുന്നതിലൊരു ഇത് എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ ഒരാൾക്ക് മടിയൊന്നുമില്ല, സംസാരിക്കുമ്പോൾ ഒരു പേടിയോ ഭയമൊന്നും ഇല്ലാതെയാണ് അപരിചിതരായ ആളുകൾ എന്ന് തന്നെ പറയാം അവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ യുദ്ധത്തെ കുറിച്ചിട്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞു തന്നത്. നല്ല എന്താ പറയാ, നന്നായിട്ട് തന്നെയാണ് അവരെല്ലാവരും പെർഫോമൻസ് ചെയ്തത്, ഒരാൾ ഒഴികെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഉസ്മാൻ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സെക്കൻഡ് മനോജ് സാർ പ്ലീസ്. താങ്ക് യു ശ്രീ സാർ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ അടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. അനിൽകുമാർ സാർ, സ്മിത മാം, ഷീല മോഹൻ, രമ്യ ടീച്ചർ ഉണ്ടായിരുന്നു, നസീന മാം ആലപ്പുഴയിൽ നിന്ന്, നിഷ. നല്ല ഒരു അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു. യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണെന്ന് ആ അഭിപ്രായങ്ങൾ കേട്ടാൽ അറിയാം. അനിൽ സാർ പറഞ്ഞത് ഫാമിലി ബഡ്ജറ്റൊക്കെ വളരെയധികം അതിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സ്മിത മാം പറഞ്ഞത് അടുപ്പിന്റെ ഉപയോഗം കൂടി, അതുപോലെ ഗോൾഡ് സ്വർണത്തിന്റെ വില വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഷീല മാം വിലക്കയറ്റത്തെ കുറിച്ച് കാര്യമായി പറഞ്ഞപ്പോൾ രമ്യ ടീച്ചർ പല ജോലി സാധ്യതകൾ കുറഞ്ഞു, ജോലി പലർക്കും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. നസീന മാം ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞത് ഗ്യാസിന്റെ ഒരു ഷോർട്ടേജ് അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ മകളുടെ കല്യാണത്തിന് അതൊന്നും ബാധിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ സാധിച്ചു. ഡെയിലി ലൈഫിനൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിഷമേം പറഞ്ഞത് ഗൾഫിലെ അവരുടെ നിത്യജീവിതത്തെ കാര്യമായി ബാധിച്ചു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് എല്ലാവരും തന്നത്. ഓവർ ടു ശ്രീ സാർ. ഓക്കെ, താങ്ക് യു മനു സാർ. എല്ലാവരും ക്രോഡീകരിച്ചു, വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നമ്മളെ സ്പീഡ് വിത്ത് കോൺഫിഡൻസ് ഉള്ള ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്നവരെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, അതിൽ ജോയിൻ ചെയ്ത് ഞാനിതൊക്കെ കണ്ടിരിക്കും, ഞാനിതൊക്കെ കേട്ടിരിക്കും, ഞാൻ വാ തുറക്കൂല, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അവിടുന്ന് ഇപ്പം തന്നെ ലെഫ്റ്റ് ആയി പോവുക. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരാളും ജഡ്ജ്മെന്റ് ചെയ്യില്ല, ഒരാളും ജഡ്ജ് ചെയ്യാനും വരില്ല. പക്ഷെ നമ്മൾ അതിൽ നന്നായി പണിയെടുക്കണം. പക്ഷെ നന്നായി പണിയെടുത്ത് കഴിഞ്ഞാൽ അതിന് 100% റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ അതിൽ സെറ്റ് ചെയ്യുക. റൈറ്റ്. ഫസ്റ്റ് ലാസ്റ്റ് വൺ രാധാ മാം, ഗ്രൂപ്പ് 1. അല്ല, രാധാകൃഷ്ണൻ സാർ, സോറി, ഞാൻ രാധാന്ന് എഴുതി വെച്ചിട്ടുള്ളത്. രാധാകൃഷ്ണൻ സാറെ വിളിക്കുന്ന രാധേട്ടന്ന് വിളിക്കുന്ന ഓർമ്മ എഴുതി. അല്ല സാറേ, ഞാൻ തുടക്കം മുതലേ കയറിയപ്പോൾ മുതലേ ചെറിയൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ അതിന് ഔട്ടായി പോകുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സാർ മൊത്തം ഞാനടക്കം 7 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു. അതിലിപ്പോ ഒരാൾ മാത്രമാണ് കാര്യമായിട്ട് പ്രതികരണം ഉണ്ടാവുക. ഉദയൻ സാർ ഉണ്ടായിരുന്നു. ഉദയൻ സാർ എനിക്ക് പരിചയപ്പെട്ടില്ല. പിന്നെ അദ്ദേഹം ഒന്നും കമന്റ്സ് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഷാഹിദ മേഡം ഉണ്ടായിരുന്നു, ശ്രീജൻ മേഡം ഉണ്ടായിരുന്നു, ആബിദ മേഡം ഉണ്ടായിരുന്നു, അതുപോലെ ബിന്ദു മേഡം ഉണ്ടായിരുന്നു, ശ്രീജർ സാർ ഉണ്ടായിരുന്നു, അബ്സ മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തില് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം ആണ് എന്ന് തന്നെയാണ്
പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കും? ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നമ്മളെ ബാധിക്കും. പക്ഷെ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മളെ ബാധിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ ഒരുപാട് ബാധിക്കുന്നു. നമ്മുടെ എല്ലാ മേഖലയിലും അത് പ്രശ്നമാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞത്. ഷൈന മേഡം പറഞ്ഞ വിഷയം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ശ്രീന മേഡം പറഞ്ഞത് ഇതിനകത്ത് ഒരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ COVID-19 പോലുള്ള കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ നമ്മുടെ ആ ഒരു കൂട്ടായ്മ, ഒരു ശക്തമായ ഒരു പരസ്പരം സഹായിക്കാനുള്ള ഒരു മൈൻഡ്, അപ്പോ അതൊക്കെ ഈ സമയത്തും ഉണ്ടാകുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് അതിന്റെ ഒരു പോസിറ്റീവ് വശം പറഞ്ഞത്. പിന്നെ അഭിതമ്മ പറഞ്ഞത് അവരുടെ ഫാമിലി ഗൾഫിലാണ്. അപ്പം അവര് അനുഭവിക്കുന്ന മാനസിക സംഘർഷം അറിയാമല്ലോ. കാരണം ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പുറത്തൊക്കെ ഉള്ള ഫാമിലിയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ബിന്ദു മേത്തിന്റെ പ്രശ്നം, ബിന്ദു മേത്തിന് പേഴ്സണലായിട്ടൊരു വിഷയം പറഞ്ഞത്, ബിന്ദു മേത്തിന്റെ മകൻ ഗൾഫിൽ പോയിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഗൾഫില് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ മകൻ തിരിച്ചു വരാൻ പോവാണ്. അതുപോലെ തന്നെ അതേ ആ അവസരത്തിൽ തന്നെയാണ് മേത്തിന് പേഴ്സണലായിട്ട് ചില അസുഖങ്ങളൊക്കെ ബാധിക്കുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അവർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ ശ്രീജേഷ് സാർ പറഞ്ഞത് LPG ഗ്യാസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങള്, പിന്നെ ഹോട്ടലുകൾ അടച്ചിടുന്നത്. അപ്പോൾ ഈ ബിസിനസ് മേഖലകളൊക്കെയുള്ള ആളുകൾ, ഇപ്പോ ഒരു ചായക്കട നടന്ന ആളായാൽ പോലും അവർക്കടക്കം ഇത് ഈ ഒരു വിഷയം ബാധിക്കുന്നു എന്ന് തന്നെയാണ്. പിന്നെ അഫ്സ ഖാദർ മേഡത്തിന്റെ അവരൊരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അപ്പോ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ പിന്നെ എനിക്ക് ഇതിനകത്തൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അമേരിക്ക ഒരു ഏകാധിപതി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചില പ്രസ്താവനകൾ ഓരോ ദിവസം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ വിചാരിക്കും ഒരു അറുതി വരും, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ നാളെ വീണ്ടും അതിന് 2 ഇരട്ടി കൂടുതലായിട്ടാണ് പിന്നെ അതിന്റെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നത്. അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വരട്ടെ, അവസാനം വരട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാവരും നിർത്തിയത്. എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറയാറുള്ള പോലെ അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അടിയാരോട്ട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും പ്രശ്നം ഉണ്ടാകുന്നു തന്നെയാണ്. ഇതാണ് സാർ ഇന്നത്തെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ദാഷൻ സാർ. താങ്ക് യു സോ മച്ച്. ഇതൊരു ID ഒന്ന് സ്വയം മ്യൂട്ടാക്കണേ. ഏത് ID മ്യൂസിക് കയറി വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, എല്ലാവരും വളരെ ഫീഡ്ബാക്ക് നമുക്ക് നൽകി. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന്റെ പൊളിറ്റിക്സ് ഒന്നും നമ്മൾ നോക്കണ്ട. ഇതൊരു വിഷയം ഇട്ട് തന്നുള്ള വിഷയത്തെക്കുറിച്ച്, ഇപ്പൊ ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ വാതോരാതെ സംസാരിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഒരു വിഷയം തന്നെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യം നോക്കണ്ട. ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം എന്നുള്ളത് അതിന്റെ തുടർച്ചയാണ്. കൺസിസ്റ്റൻസി തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോഗ്രാം. എന്ത് സംഗതിയും തുടങ്ങാൻ എളുപ്പമാണ്, അല്ലേ നന്ദകുമാർ സാറേ? പക്ഷെ തുടരാനാണ് പ്രയാസം. ഞാൻ ആ ഗ്രൂപ്പ് വീണ്ടും ലിങ്ക് അതിൽ ഒന്നുകൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. താല്പര്യം മാത്രം പോരാ, പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ആ ട്രെയിനേഴ്സിന് സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി എടുക്കാം. ഓക്കെ, റൈറ്റ്. അവിടെ പ്രത്യേകിച്ച് ലിങ്ക് ഓൾറെഡി ഇതില് ചാറ്റ് ബോക്സിലുണ്ടല്ലോ. ഇതിന്റെ ചാറ്റ് ബോക്സിൽ ഉള്ളത് കിട്ടുന്നില്ല. ചാറ്റ് ബോക്സ് നമ്മള് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് സ്ക്രീൻഷോട്ട് എടുക്കരുത്. സ്ക്രീൻഷോട്ട് എടുത്ത് വർക്ക് ചെയ്യില്ല. ഷെയർ ചെയ്താലേ ഞാൻ അതിൽ ആഡ് ചെയ്യാം. 9447065085 9447 65085 65085. ഓക്കെ, താങ്ക് യു. റൈറ്റ്, നന്ദകുമാർ സാർ, താങ്ക് യു. അപ്പൊ ഏതായാലും സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയ കാരണമാണ് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തത്. അപ്പൊ എല്ലാവരുടെയും ആ ഒരു സംസാരം ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. റൈറ്റ്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏതൊരു സംഗതിയുടെയും കൺസിസ്റ്റൻസി, അതായത് തുടർച്ചയാണ് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുടെ ഒരു തുടർച്ചയുടെ ഒരു കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും വീഡിയോ കാണാം. मेरी जन्नत का रास्ता तू ही तू अगर मेरी
ഓക്കെ, ഇപ്പൊ ഒരു വീഡിയോ കണ്ടു കാണും. ഓക്കെ, ഇപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു കാണും. നമ്മുടെ പ്രിയങ്കരായ ഷാദുലിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1000 കിലോമീറ്റർ 6 മാസം കൊണ്ട് ഓടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താ ചെയ്യുക, 1-2 ദിവസം തുടങ്ങി വെച്ചിട്ട് എന്താ, ഞാൻ ഈ പരിപാടി നിർത്തുക, ഡോളി മാഡം എനിക്കിനി വയ്യ, അല്ലെ? നമ്മൾ പല കാര്യങ്ങളും ഗംഭീരമായി തുടങ്ങും, എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ 6 മാസം കൃത്യമായിട്ട് അതിനുള്ള 1000 കിലോമീറ്റർ 6 മാസം കൊണ്ട് 1000 കിലോമീറ്റർ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് ഒരു വ്യക്തിയുടെ കൺസിസ്റ്റൻസി. അതായത് തുടക്കം എളുപ്പമാണ്, പക്ഷെ തുടരാൻ ഏറ്റവും കൂടുതൽ പ്രയാസമാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി സെഷൻ ലൈവായിട്ട് ഇതിൽ എല്ലാ വീക്കിലും ഒന്ന് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വരും. അത് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം. എല്ലാവരും ജോലി ഇല്ലാതെന്ന് അറിയാം, അല്ല കൃത്യമായി കുറച്ച് 1-2 ദിവസങ്ങളൊക്കെ അത്രയും സമയം തരും, അതിനുള്ള ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഗ്രൂപ്പ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ലെഫ്റ്റ് ആയിക്കൊണ്ട് വന്നു പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് 50 പേര് ആളുകളായി, പിന്നീട് നോക്കുമ്പോൾ 53 പേര് വീണ്ടും ജോയിൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഇതിൽ എല്ലാവരെയും കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന, ഓരോരുത്തരും മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിലാരും സമയം ഇന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതാ. ഞാൻ ആരും സമയം നോക്കണ്ടോ, വാച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ, കണ്ണ് പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കും, സമയം നോക്കിയിട്ടില്ല എന്ന ഏറ്റവും വലിയ പ്രത്യേകത. വൺസ് അഗൈൻ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓവർ ടു ചേർന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചെയർമാൻ, വളരെ സന്തോഷം. ഓരോരുത്തരെ ആക്റ്റീവ് ആക്കാൻ ഇതിലും വലിയൊരു മരുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് കാലത്ത് തന്നെ തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ടാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ഈ വിരുന്നൊരുക്കിയത്. എന്താണെന്നുണ്ടെങ്കിൽ ഒരു 7 പേര്, അല്ലെ ശ്രീ സാറ്, 7 പേര് ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. ഒരുപാട് സമയം ആയെന്ന് തോന്നുന്നു. മറ്റുള്ളവരൊക്കെയും ഇത് ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതിനുശേഷം നമുക്ക് മറ്റുള്ളതിലേക്ക് കിടക്കാം. പ്ലീസ് വെൽക്കം ഓൺ. കൺഗ്രാജുലേഷൻസ് രജിത് സർ. ഇത്ര നല്ലൊരു സെഷൻ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, അതാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായ എഫക്റ്റ് ആണ്. ഞങ്ങളെ ഗ്രൂപ്പ് 4-ാം നമ്പറിൽ 6 പേര് ഉണ്ടായിരുന്നു. എല്ലാവരും ക്രിയേറ്റീവായിട്ട് നല്ല ഒത്തൻസിറ്റി ആയിട്ട് സംസാരിച്ച് പറഞ്ഞതാണ് ഞാൻ സാറിന് കൺഗ്രാജുലേഷൻ പറയാൻ കാരണം. അത് സജിന മാഡം ആയിരിക്കട്ടെ, ഷമില കരീമായിരിക്കട്ടെ, ഫസില മാഡം ആയിരിക്കട്ടെ, പിന്നെ ബാക്കി ഉള്ളവർ കുറച്ച് സംസാരിക്കാൻ കുറച്ചുകൂടി അധികം ഉള്ളവർ എന്ന് പറയാം. ഒന്ന് വിൻസെന്റ് ജോസഫ് സാറ്, പിന്നെ ബേബി അബ്രാം സാർ. അപ്പൊ ബാക്കിയുള്ളവരും നല്ല ഒത്തൻസിറ്റി ആയിട്ട്, ഫസില മാഡം ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയതാണ്. അതും ഇവരെ ഈ ഡിസ്കഷനിൽ ഇവരൊക്കെ നന്നായിട്ട് കോൺഫിഡൻസോട് സംസാരിച്ച്, അതാണ് ഈ സെഷന്റെ ബെനിഫിറ്റ് ആണ്. അത് ഷിജീഷ് സാറിന്റെ കഴിവാണ്. അപ്പൊ നല്ലൊരു സെഷനാണ്. എല്ലാവരും എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഷിജീഷ് സാറിന്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ കോഫി ടോക്കിന്റെ പാർട്ടിസിപ്പൻസ് ഒക്കെ സ്പീക്കർ മാത്രമല്ല നല്ല ട്രെയിനർ ആവും. JCIനും അതർ ഓർഗനൈസേഷനും നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. താങ്ക് യു ഷിജീഷ് സാർ ഫോർ യുവർ സിൻസിയർ, എന്താ പറഞ്ഞ ആത്മാർത്ഥമായ എഫക്റ്റ് ആണ്. അപ്പൊ ഈ അവസരം തന്ന ഉസ്മാൻ സാറിനും നന്ദി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടും. വണ്ടർഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് സാർ. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഇന്ററാക്ട്, ഇൻഫോം, ഇൻഫ്ലുവൻസ് എന്നെല്ലാം 3 പോയിന്റിലൂടെ സാർ പറഞ്ഞു തന്ന് തുടങ്ങിയിട്ട്, പിന്നീട് ഈ പ്രത്യേകം ക്ലാസ് റൂമുകളിലേക്ക് നമ്മളെ കയറ്റിയിട്ട് ഉള്ള അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ക്ലാസ് റൂമിൽ കയറിയിട്ടുള്ള ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് 7 പേരായിട്ടുള്ള നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് വന്നത് കഴിഞ്ഞപ്പം എല്ലാവരും വളരെ ആക്റ്റീവായി. മെയിൻ ഗ്രൂപ്പിൽ വരുമ്പോൾ എല്ലാവരും സൈലന്റ് ആയിരിക്കുകയാണെങ്കിലും ആ ഗ്രൂപ്പിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 5th ഗ്രൂപ്പിലായിരുന്നു, നന്ദകുമാർ സാറിന്റെ ഗ്രൂപ്പിലായിരുന്നു. അത് നന്ദകുമാർ സാറിന്റെ ആ ഗ്രൂപ്പിൽ ഷാദുലി സാറാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും, നജില മാം, മല്ലിക മാം, എല്ലാവരും നല്ല രീതിയിൽ തന്നെ, അസീസ് സാറൊക്കെ എൻ്റെ പത്ര വിതരണത്തിന്റെ ഇടയിലാണെങ്കിൽ പോലും അതെങ്ങനെ ബാധിച്ചു എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നല്ലൊരു സെഷനായിട്ട് ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടു. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. പിന്നെ സാർ ഇന്നൊരു പ്രത്യേക ലിങ്ക് ഇട്ട് തന്ന് നമ്മളെയൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് വേണ്ടവർക്ക് ചേരാന്ന് പറഞ്ഞാൽ അതും നല്ല ഒരു കാര്യമായി തോന്നുന്നു. ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്ര നല്ലൊരു ഓരോരോ അനുഭവങ്ങൾ തരുന്നതിന് ശ്രീജിത്ത് സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. താങ്ക് യു സാർ.
മോർണിംഗ് ശ്രീജിത്ത് സർ. Yes. എലോൺ വി മൂവ് ഫാസ്റ്റ്, ടുഗദർ വി റൺ ഫർദർ എന്നാണല്ലോ. അല്ലെ, ഒറ്റക്കാണെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും, പക്ഷെ കുറച്ചെത്തുമ്പോൾ നമ്മൾ മടുക്കും, അല്ലെങ്കിൽ ഒരു ഒരു ത്രഷോൾഡിലെത്തും. പക്ഷെ ഗ്രൂപ്പായിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി. അത് മാത്രമല്ല, നമുക്കൊരു എപ്പോഴും ഒരു കമ്പനി ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ഉണ്ടാവുക. അല്ലെ, നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മടുക്കും, ഇട്ടിട്ട് പോകും. അപ്പം അതിനായിട്ട് തന്നെ ഇത്ര എഫേർട്ട് എടുത്ത സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാൻ സാറിനും JCIക്കും കോഫി ടോക്കിനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ശ്രീ സർ. അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി ഞാൻ പഠിച്ചിട്ടുള്ളത് കോഫി ടോക്കിൽ നിന്നാണ്. കാരണം എല്ലാ ദിവസവും ട്രെയിനിങ് നമുക്ക് തരിക, നൽകുക. അതുപോലെ തന്നെ ആ പ്ലാറ്റ്ഫോം എന്നും ചലിപ്പിച്ച് കൊണ്ടുപോകാന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് കോഫി ടോക്കാണ്. അത് ഞാൻ എൻ്റെ റണ്ണിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ദിവസം ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുക എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗോള് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഗോള് എന്താ പറയുക അച്ചീവ് ചെയ്യണ വരെ നമുക്ക് അത് പ്രയത്നം എടുക്കാനാണ് ഒരു ഗോൾ കൊണ്ടുള്ള നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്. അത് ചെയ്തുകൊണ്ട് മാത്രമാണ് എല്ലാ അച്ചീവ്മെന്റും നേടാൻ കഴിയുന്നത്. ഇന്നത്തെ സെഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും, ചില ആൾക്കാരൊക്കെ പേടിക്കുന്ന സംഭവമാണ്. പക്ഷെ അത് ഒരു കോൺഫിഡൻറ്റ് നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് അറിയാതെ തന്നെ നമ്മളുള്ള മാജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അത് നമ്മളെ ഒരു ഗ്രോത്തിനും കോൺഫിഡൻറ്റിനും ഭയങ്കരമായിട്ടുള്ള എഫക്ട് ചെയ്യുന്ന സാധനമാണ്. ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന സാധനമാണ് ഈ ഇന്നത്തെ ഒരു സെഷൻ എന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോ അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറേ, സൂപ്പർ സെഷൻ. മനോജാണ്. പിന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, അതായത് എല്ലാവർക്കും, ലോകത്തെ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ്. ആ പേടിയൊക്കെ മാറ്റാൻ ഈ സെഷൻ എന്തായാലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കൂടെ തന്നെ പേടിയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കാൻ മടിയുള്ള എല്ലാവരുടെയും മടിയും പേടിയൊക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. സാർ താങ്ക് യു. അടിപൊളി സെഷൻ. ആരുടെ മുന്നിലും ഭയമില്ലാതെ ചങ്കൂറ്റത്തോടെ സംസാരിക്കാന് എനിക്ക് നൽകിയ കോൺഫിഡൻസ്, അത് സാറിന്റെ ഈ 3 സെഷനിലൂടെയാണ്. താങ്ക് യു സാർ. താങ്ക് യു മാം. നെക്സ്റ്റ് ഒരാൾ കൂടി ഒന്ന് പറയും, എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് നീങ്ങാം. ഫസീല പറയോ? പറഞ്ഞോ. ഹലോ. പറഞ്ഞോ. എനിക്കൊന്നാ പറയാനുള്ളോ, റിയൽ മെന്റർ, റെസ്പെക്ട് ശ്രീ സാർ, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അല്ലാതെ അതിൽ പെട്ടുണ്ട്. അടിപൊളി. ഓക്കെ. ലാസ്റ്റ് ഒരാളും കൂടി ഇടയിൽ ഒന്ന് പറഞ്ഞതാ, രണ്ടാള് പറയുമ്പോ അവരും കൂടി ഒന്ന് പറഞ്ഞേക്കും. നല്ല ക്ലാസ് ആയിരുന്നു. എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കൂടി ഒന്ന് പറയാം. കേൾക്കത്തില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറ് നല്ല ക്ലാസ് ആയിരുന്നു. എന്നെ പോലുള്ളവർക്ക് ഇതുപോലൊരു ക്ലാസ് സൂപ്പർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഷംല മാം. ഓക്കെ. ഞാൻ ഇടയ്ക്കേ കയറാറുള്ളൂ, പക്ഷെ കേൾക്കുന്നതെല്ലാം അതിഗംഭീരമായിരിക്കും. അതുകൊണ്ട് ഒരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് കയറാറ്. അപ്പൊ ഇന്ന് കയറിയപ്പോഴും സൂപ്പർ ആയിരുന്നു. കാരണം ഒരു പുതിയൊരു തുടക്കം. കാരണം കുറച്ചു പേരെ കൊണ്ട് നന്നായി സംസാരിപ്പിക്കുക, അതൊക്കെ ചിലർക്കേ പറ്റൂ. അപ്പൊ ആ ഒരു മനസ്സ് കാണിച്ച ഞങ്ങളെ വലുതാക്കാനും നന്നായി സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിന് ഒരുപാട് താങ്ക്സ്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. വളരെ സന്തോഷം. 7 പേരിൽ നിന്ന് 9 പേരായി. ഇനിയും ഒരുപാട് പേർക്ക് അഭിപ്രായങ്ങളും അതേപോലെ ഫീഡ്ബാക്കൊക്കെ പറയാനുണ്ടെന്ന് നന്നായിട്ട് അറിയാം. സമയത്തിന്റെ പരിമിതികൾ നമ്മളത് ലംഘിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ.
ശ്രീ സാറെ വളരെ സന്തോഷം. ഇതിൽ നിന്ന് എന്താണ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും നമ്മളൊക്കെയും ഓരോ ദിവസവും ക്ലാസ് ഇവിടെ വന്നിട്ട് കൊടുക്കേണ്ട ഒരു ലെവലിലേക്ക് വളരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷം. ഫീഡ്ബാക്ക് പറഞ്ഞവർക്ക് എല്ലാവർക്കും നന്ദി, മെസ്സേജ് അയച്ചവർക്കും നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ കിസ് മത്സരം ചിരി ചിന്താ വിജ്ഞാനം എന്ന കിസ് മത്സരത്തിലേക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ മനോജ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. താങ്ക് യു ചെയർമാൻ. ഇന്ന് പുതിയ ആരെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ, ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നു, ഒരു ചോദ്യം ചോദിക്കും, ചാറ്റ് ബോക്സിൽ മാത്രം ഉത്തരം നൽകിയാൽ മതി. ഓരോ ഉത്തരത്തിനും 100 പോയിന്റ് ആണുള്ളത്. അങ്ങനെ ഓരോ ദിവസം സ്റ്റാർ ഓഫ് ദ ഡേ എന്ന കാറ്റഗറിയിൽ ഓരോരുത്തർ തെരഞ്ഞെടുക്കും. അതിനുശേഷം 7 ദിവസം, അതായത് ഇന്ന് ഈ 7 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ ലഭിക്കുന്നത് അവർ സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. ഇതുവരെയുള്ള പോയിന്റ് നമുക്കൊന്ന് പരിശോധിക്കാം. രമ്യ സന്തോഷ് പാണ്ടിക്കാട് നിന്നാണ് 100 പോയിന്റ്. ശ്രീജേഷ് ഫ്രം കണ്ണൂർ പയ്യന്നൂരിൽ നിന്നാണ് 100 പോയിന്റ്. ദെൻ മുരളീധരൻ പാനങ്ങാട്ട് ഫ്രം കണ്ണൂർ 100 പോയിന്റ്. ഷിനു വർക്കല 100 പോയിന്റ്. സ്മിത മനോജ് പയ്യന്നൂർ 100 പോയിന്റ്. അബ്ദുൾ റഊഫ് അമേരിക്കയിൽ നിന്നാണ് 100 പോയിന്റ്. ഇന്നത്തെ ഈ 100 പോയിന്റ് ഇവരിൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരായിരിക്കും സ്റ്റാർ ഓഫ് ദ വീക്ക്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. ചാറ്റ് ബോക്സിലൂടെ മാത്രം ആൻസർ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് വരുന്നത്. 1 മിനിറ്റ്. ചോദ്യം വന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു സിറ്റിയിൽ ട്രാഫിക് ലൈറ്റ് ഇല്ല. ഈ സിറ്റി ഏത് സംസ്ഥാനത്തിലാണെന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇന്ത്യയിലെ ഒരു സിറ്റിയിൽ ട്രാഫിക് ലൈറ്റോ ട്രാഫിക് സിഗ്നലോ ഒന്നുമില്ല. അത് ഏത് സിറ്റി? ജമ്മു കാശ്മീർ, കർണാടക, ഗുജറാത്ത്, ഗോവ, സിക്കിം. ഞാൻ ഗൂഗിളില് ചാറ്റ് GPT ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണത്. സിക്കിം ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, റൈറ്റ് ആൻസർ ഇതുവരെ വന്നിട്ടില്ല. യെസ്, വന്നു കഴിഞ്ഞു. റൈറ്റ് ആൻസർ വന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ കോട്ട എന്നൊരു സിറ്റിയിലാണ് ട്രാഫിക് സിഗ്നൽസ് ഇല്ലാത്തത്. അവിടെ ട്രാഫിക് സിഗ്നൽസിന് പകരം ഫ്ലൈ ഓവേഴ്സും റൗണ്ട് അബൌട്ടും ഒക്കെയാണ് ഉള്ളത്. രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്താണ്. അത് കോട്ട സിറ്റിയാണ്. റൈറ്റ് ആൻസർ ചെയ്തിരിക്കുന്നത് അമ്പിളിദേവ് ഫ്രം കാക്കനാട്. കൺഗ്രാറ്റുലേഷൻസ് അമ്പിളി. ഓവർ ടു ചെയർമാൻ. ഒരു കാര്യം കൂടി, ചെയർമാൻ, സ്റ്റാർ ഓഫ് ദി വീക്ക് തെരഞ്ഞെടുത്തിട്ടില്ല. അത് നാളെ തെരഞ്ഞെടുക്കാം നമുക്ക്. നാളെ തെരഞ്ഞെടുക്കാം. ഓക്കെ, എല്ലാവർക്കും 100 പോയിന്റ് അല്ല, അപ്പൊ നാളത്തിലേക്ക് അത് മാറ്റാം. അമ്പിളിമാൻ, കൺഗ്രാറ്റുലേഷൻ അമ്പിളിമാൻ. ചെറിയ ചോദ്യമൊന്നുമല്ല നിങ്ങൾ ചോദിച്ചത്. ഇതൊന്നും മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലും നല്ല കുറച്ചു പേരൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ വേണം മാറ്റാൻ. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ ഇന്നത്തെ ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ നമ്മളൊരു ഓഫ്ലൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പേയ്മെന്റ് വേണം കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ. ഇത് അതിന്റെ ഒന്നൊരു ആവശ്യമില്ല. അപ്പൊ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരുടെ മുന്നിലും മുട്ട് പതറാതെ ചങ്കിലെ വെള്ളം പറ്റാതെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് കോഫി ടോക്കിന്റെ കീഴിൽ നമ്മൾ ശ്രീജിത്ത് സാറ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇത് നടത്താൻ വേണ്ടി കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നന്ദി പറയാൻ വേണ്ടിയിട്ട് കണ്ണൂരിന്റെ തലശ്ശേരിയിലെ നമ്മളെ ജസ്മി മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ജസ്മി മാം. താങ്ക് യു ചെയർമാൻ. ഇന്ന് നന്ദി പറയാൻ എന്നെ ക്ഷണിച്ചത് അതിയായ സന്തോഷം. താങ്ക് യു. കോഫി ടോക്കിന്റെ 886 ദിവസം വളരെ മനോഹരവും പ്രചോദനപരവുമായി മാറ്റിയ നമ്മുടെ ട്രെയിനർ ശ്രീജിത്ത് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് വിഷയത്തെ വളരെ ലളിതമായി ഘട്ടം ഘട്ടമായി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനുള്ള ഒരു വഴി ഒരുക്കി തരുന്നതിന് ഒരിക്കൽ കൂടി ഹൃദയത്തോട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ വേദിയെ മികച്ച രീതിയിൽ നയിച്ച നമ്മുടെ ചെയർമാൻ ഉസ്മാൻ സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഇഷാം സാറിനെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച കോർഡിനേറ്റർമാരായ മുജീബ് സർ, ശ്രീജിത്ത് സർ, രേഖ മാം എന്നീ ഓരോരുത്തരെയും ഈ ഹൃദയത്തോട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഓരോ ദിവസവും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്വിസ് മാസ്റ്റർ മനോജ് സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് സ്വാഗതം പറഞ്ഞ അഫ്സ മാമിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ഈ കോഫി ടോക്കിന്റെ ഈ പ്രോഗ്രാം വിജയകരമാക്കിയ ഓരോ കോഫി ടോക്ക് അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ കൂടുതൽ മികച്ചവരാക്കാൻ സഹായിക്കുന്ന ഈ കോഫി ടോക്ക് യാത്ര ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജസ്മി. താങ്ക് യു ജസ്മി മാം. നന്ദി ഒരുപാട്. എൻ്റെ വകയും ഞാനൊരു നന്ദി നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കാലത്ത് വിളിച്ചപ്പോഴേക്കും ഒരു പതർച്ചയുമില്ലാതെ ഓക്കെ എന്ന് പറഞ്ഞ ജസ്മിക്ക് കോഫി ടോക്കിന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ കോഫി ടോക്ക് കൊണ്ടുള്ള നമുക്ക് ഏറ്റവും വലിയ ഉപകാരം. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ. നമ്മൾ സംസാരിക്കുക, അപ്പൊ തന്നെയാണ് നമുക്ക് എന്ത് വാക്കുകൾ കിട്ടുക. നമ്മളൊന്നും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തൂല്ല. നമ്മൾ ആ വേദന മനസ്സിലേക്ക് കടിച്ചു ഇരിക്കേണ്ടി വരും. ഏതായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫീഡ്ബാക്കിലൂടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ബൈ. സീ യു. ഒരു സംശയം കേട്ടോ, നല്ല രീതിയിൽ ചോദിക്കാം. അതെ,